ഹായ്, വെൽക്കം ബാക്ക്. അപ്പോ ഇന്ന് നമ്മൾ ഇന്റഗ്രൽസുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. യെസ്, ഇന്റഗ്രൽസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ π/6 to π/3 dx by 1 plus root tan x. ശ്രദ്ധിക്കണേ, നമുക്ക് ഡെഫിനറ്റ് ഇന്റഗ്രൽസ് ആണല്ലോ അല്ലേ? ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഒക്കെ ഉണ്ട്. മക്കളെടാ, ഈ റിസൾട്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇന്റഗ്രൽ a to b f of x dx ഈക്വൽ ടു ഇന്റഗ്രൽ a to b f of x ന് പകരം ഐ ക്യാൻ റൈറ്റ് a plus b minus x dx എന്ന് എഴുതാം. ഈ പ്രോപ്പർട്ടിയിൽ നിന്നായിരുന്നു നമ്മുടെ 0 to a എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇല്ലേ, എക്സിനെ മാറ്റി a മൈനസ് എക്സ് കൊടുക്കുന്ന പ്രോപ്പർട്ടി. യെസ്, ആ പ്രോപ്പർട്ടി വന്നത് ഇതിൽ നിന്നായിരുന്നു. ഇന്റഗ്രൽ a to b f of x dx നെ എങ്ങനെ മാറ്റിയതാം? ഇന്റഗ്രൽ a to b f of a plus b, അതായത് രണ്ട് ലിമിറ്റും ആഡ് ചെയ്യുക, മൈനസ് എക്സ് ഡി എക്സ്. റെഡി? യെസ്. അപ്പോ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ശ്രദ്ധിക്കണേ. യെസ്. അപ്പൊ അതിനു മുന്നേ ഞാൻ ചെറിയ കുറച്ച് മാറ്റങ്ങൾ ഈ ഒരു ഫംഗ്ഷനിൽ വരുത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയേ, ഇന്റഗ്രൽ π/6 മുതൽ π/3 വരെയാണ് അല്ലേ? dx by root of 1 plus tan x അല്ലേ? യെസ്, ശ്രദ്ധിക്കുക, π/6 to π/3 എഴുതി. dx by ശ്രദ്ധിക്കുക root of 1 plus root tan x അല്ലേ? നോക്ക് മക്കളെ, 1 plus റൂട്ട് ടാൻ എക്സിനെ റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് കോസ് എക്സ് എന്ന് എഴുതിക്കൂടെ? പ്രശ്നമുണ്ടോ? റൂട്ട് ടാൻ എക്സിനെ റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് കോസ് എക്സ് എഴുതിക്കൂടെ? സൈൻ ബൈ കോസ് ടാൻ ആണല്ലോ. യെസ്, ശ്രദ്ധിക്കട്ടോ. അപ്പോ ഇവിടെ നമ്മള് π/6 മുതൽ π/3 വരെ dx താഴെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. സി 1 എന്ന് പറഞ്ഞാൽ 1/1 അല്ലേ? 1 into റൂട്ട് കോസ് എക്സ് എന്ത് വരും? റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും നമുക്ക്? റൂട്ട് സൈൻ എക്സ് എന്ന് കിട്ടും. റെഡി? അപ്പോ ഡിനോമിനേറ്റർ നോക്കൂ, റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് സൈൻ എക്സ് എന്നല്ലേ മക്കളെ? അയാളെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? π/6 മുതൽ π/3 വരെ ഈ റൂട്ട് സൈൻ എക്സ് ഡിനോമിനേറ്ററിലാണ്, അത് എങ്ങോട്ട് വരും? ന്യൂമറേറ്ററിൽ കേട്ടോ. റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് ഡി എക്സ്. ഒന്നും ചെയ്തിട്ടില്ല, റൂട്ട് ടാൻ എക്സിനെ മാറ്റി റൂട്ട് സൈൻ ബൈ റൂട്ട് കോസ് മാറ്റി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുന്നത് എവിടെയാ? ഡിനോമിനേറ്ററിലാണ്. റെഡി? ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ ആണ് ആര്? റൂട്ട് സൈൻ എക്സ് അല്ലേ? അപ്പൊ ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ എവിടെ വരും? ന്യൂമറേറ്ററിൽ വരും. ഇങ്ങനെ മാറ്റി എഴുതി. ക്ലിയർ ആണോ? π/6 to π/3 നമുക്ക് കിട്ടിയ ഇന്റഗ്രൽസ്, ആ ഫംഗ്ഷനെ ഞാൻ മാറ്റി എഴുതി എങ്ങനെയാ? റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ്. റെഡി ആണോ? യെസ്, ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. യെസ്, എല്ലാവരും പോസ്റ്റ് ചെയ്ത് വീഡിയോ നോക്കി എഴുതിയെടുക്കണം, ശ്രദ്ധിക്കുക. യെസ്. അപ്പോ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആളാരാ? ഇന്റഗ്രൽ π/6 മുതൽ π/3 വരെ റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് ഡി എക്സ് ആണല്ലോ. ഇയാളല്ലേ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യണ്ടേ? ശ്രദ്ധിക്കുക, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാലോ. എന്താ മക്കളെ പ്രോപ്പർട്ടി? ഇന്റഗ്രൽ a to b f of x dx ആണ് എങ്കിൽ ഇയാൾ എങ്ങനെ മാറ്റിയതാം? a to b യിൽ മാറ്റമില്ല, f ൽ മാറ്റമില്ല, x ന് പകരം a plus b minus x dx എന്ന് മാറ്റിയത് അല്ലേ? പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ഇവിടെ നോക്കൂ, ഇന്റഗ്രൽ π/6 മുതൽ π/3 വരെ മാറ്റമില്ല. എക്സ് മാറ്റിയിട്ട് എന്ത് കൊടുക്കണം? a plus b minus x അല്ലെ? അവിടെ നോക്ക്, റൂട്ട് സൈൻ എക്സിന് പകരം എന്ത് കൊടുക്കണം? a എന്ന് പറഞ്ഞാൽ π/6, b എന്ന് പറഞ്ഞാൽ π/3 മൈനസ് എക്സ് എന്ന് കൊടുക്കണം അല്ലെ? എടാ, π/6 π/3 കൂട്ടിയാല് കൂട്ടിയാൽ എത്രയാ? 30 + 60 90 അല്ലേ? അപ്പോ നെറ്റ് റിസൾട്ട് ഞാൻ ഇവിടെ എഴുതണ്ടേ? π/2 മൈനസ് എക്സ് അല്ലേ ഇവിടെ വരിക? ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് സെയിം എക്സിന് പകരം π/6 പ്ലസ് π/3 മൈനസ് എക്സ്. π/6 π/3 കൂട്ടിയാൽ ആരാ മക്കളെ? π/2 മൈനസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എന്ത് കൊടുക്കാം? π/2 മൈനസ് എക്സ് ഡി എക്സ് എന്ന് കൊടുക്കാം. ഇന്റഗ്രൽ π/6 ഇവിടെ ന്യൂമറേറ്റർ π/3, അപ്പർ ലിമിറ്റ് π/3. റൂട്ട് ഓഫ് ശ്രദ്ധിക്കുക, എടാ
സൈൻ പൈ ബൈ ടു മൈനസ് എക്സ്, പൈ ബൈ ടു മൈനസ് പൈ ബൈ ടു പ്ലസ് ഒക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക, സൈൻ ഫംഗ്ഷൻ എങ്ങോട്ട് മാറണം? കോസിലേക്ക് മാറണം. കോസ് എങ്ങോട്ട് മാറണം? സൈനിലേക്ക് മാറണം. ടാൻ കോട്ടിലേക്ക് മാറണം. കോട്ട് ടാനിലേക്ക് മാറണം. സീക്ക് കൊസീക്കിലേക്ക് മാറണം. സീക്ക് കൊസീക്ക് സീക്കിലേക്ക് മാറണം. അല്ലെ? അപ്പൊ സൈൻ പൈ ബൈ ടു മൈനസ് എക്സിനെ എങ്ങനെ മാറ്റി എഴുതാം? റൂട്ട് കോസ് എക്സ് എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് പൈ ബൈ ടു മൈനസ് എക്സ്. കോസ് എങ്ങോട്ട് മാറും മക്കളെ? സൈൻ എക്സ് പ്ലസ് റൂട്ട് സൈൻ എങ്ങോട്ട് മാറും? കോസ് എക്സ് ഡി എക്സ്. റെഡിയാണോ? ഓക്കെ, യെസ്. അപ്പോ ഇന്റഗ്രേഷൻ ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് അറിയില്ല ഈ സാധനത്തിന്. അതിനാണ് നമ്മൾ ആരുടെ സഹായം തേടിയത്? ഈ പ്രോപ്പർട്ടിയുടെ സഹായം തേടിയത്. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് മക്കളെ നോക്കിയേ, നമുക്ക് കിട്ടുന്ന സാധനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ആ റൂട്ട് കോസും റൂട്ട് സൈനന്റെ പൊസിഷൻ മാറി വന്നു എന്നല്ലാതെ ഒരു മാറ്റവും ഇല്ല, അല്ലേ? ഇവിടെ റൂട്ട് സൈനസ് ആയിരുന്നു, ഇവിടെ റൂട്ട് കോസസ് ആയി. ഇവിടെ റൂട്ട് കോസസ് ആയിരുന്നു, ഇവിടെ റൂട്ട് സൈനസ് ആയി. ഇവിടെ റൂട്ട് സൈനസ് ആയിരുന്നു, ഇവിടെ റൂട്ട് കോസസ് ആയി. റെഡി? പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അല്ലേ? നമുക്ക് ആ പൊസിഷൻ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പൊ പ്രോപ്പർട്ടി ആദ്യം ഞാൻ ഈ ഇക്വേഷനിലാണ് കൊടുത്തത്. കൊടുത്തതിന് ശേഷം എനിക്ക് ഇന്റഗ്രൽ മാറി കിട്ടി, അല്ലേ? എന്നിട്ടും നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ആഡ് ചെയ്യണം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ആഡ് ചെയ്യണം. ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഞാൻ ഇവിടെ ആഡ് ചെയ്യാണ്. ശ്രദ്ധിച്ചോ. യെസ്. i പ്ലസ് ഐ ചെയ്യുമ്പോൾ 2i, പൈ ബൈ 6 മുതൽ പൈ ബൈ 3 വരെ. ഫസ്റ്റ് ഇക്വേഷൻ എന്താ? റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് ഡി എക്സ്. പ്ലസ് അടുത്ത ഇക്വേഷൻ എന്താ മക്കളെ? പൈ ബൈ 6 മുതൽ പൈ ബൈ 3 വരെ റൂട്ട് കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഡി എക്സ്. നോക്കണ, 2i ഇസ് ഈക്വൽ ടു, രണ്ടിന്റെയും ലിമിറ്റ് സെയിം ആണ്. രണ്ടിന്റെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പൊ കോമൺ ലിമിറ്റ് പൈ ബൈ 6 ടു പൈ ബൈ 3, ഡിനോമിനേറ്റർ സെയിം അല്ലേ? റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്. ന്യൂമറേറ്ററിൽ ആരാ? റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്. കണ്ടോ? രണ്ട് ഫംഗ്ഷന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. റെഡി? യെസ്. റൂട്ട് സൈനസ് റൂട്ട് കോസസ് റൂട്ട് സൈനസ് റൂട്ട് കോസസ് രണ്ടും കട്ട് ചെയ്യാലോ, രണ്ട് സെയിം അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി? 2i ഇസ് ഈക്വൽ ടു പൈ ബൈ 6 മുതൽ പൈ ബൈ 3 വരെ 1 dx എന്ന് ആൻസർ കിട്ടും. റെഡി? യെസ്. ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ഇന്റഗ്രൽ ആയി. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യും ശ്രദ്ധിക്കുക. ക്ലിയർ ചെയ്യുന്നുണ്ടേ? യെസ്. 2i ഇസ് ഈക്വൽ ടു പൈ ബൈ 6 മുതൽ പൈ ബൈ 3 വരെ 1 dx എന്നല്ലേ നമുക്ക് കിട്ടിയത്? യെസ്. എന്നാ ഇന്റഗ്രൽ 1 dx, ഇന്റഗ്രൽ 1 dx, ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x അല്ലേ? ഇപ്പൊ 2i ഇസ് ഈക്വൽ ടു ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്താൽ x എന്ന് കിട്ടും. പൈ ബൈ 6 ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് പൈ ബൈ 3. 2i ഇസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക, പൈ ബൈ 3 മൈനസ് പൈ ബൈ 6. എത്രയാ? പൈ ബൈ 3 മൈനസ് പൈ ബൈ 6. പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി, പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. 60 എന്ന് 30 കുറച്ചാൽ പൈ ബൈ 6 ആണല്ലോ. 2i ഇസ് ഈക്വൽ ടു പൈ ബൈ 6. മക്കളെ, i ഇസ് ഈക്വൽ ടു പൈ ബൈ ഈ 2 കൂടി ഇങ്ങോട്ട് വന്നാൽ 2 into 6 എന്ത് കിട്ടി? പൈ ബൈ 12. ദിസ് ഈസ് ദി ആൻസർ. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്, സോൾവ്ഡ് എക്സാമ്പിൾ ആണ് കേട്ടോ. എക്സസൈസ് ക്വസ്റ്റ്യൻ അല്ല, സോൾവ്ഡ് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് മനസ്സിലാക്കി വീഡിയോ പോസ്റ്റ് ചെയ്ത് രണ്ടാമത് എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. ഇന്റഗ്രേഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് തെറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റെപ്പ് നല്ല തുടങ്ങേണ്ടത്, ആദ്യം തൊട്ട് വീണ്ടും ചെയ്ത് തന്നെ വരാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ആ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. റെഡി? യെസ്. ഇഫ് ഇന്റഗ്രൽ f of x divided by tan x dx equal to log mod tan x plus c ആണ് എങ്കിൽ ഈ ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷൻ ആര് എന്ന ചോദ്യം. എടാ, ഇത് നമ്മൾക്ക് അറിയാവുന്ന റിസൾട്ടാണ്. ഒരു ഫംഗ്ഷൻ താഴെയുണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ട്, അല്ലേ? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ ആൻസർ എന്താ? ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് സി, അല്ലേ? നോക്കടാ, ടാൻ എക്സ് താഴെ, അല്ലേ? ടാൻ എക്സ് താഴെ. ആൻസർ എന്ത് കിട്ടി? ഇതേ സ്ട്രക്ചർ അല്ലേ? ലോഗ് മോഡ് ടാൻ എക്സ് അല്ലേ? അപ്പോ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കണ്ടേ? ഇങ്ങനെ ആയിരിക്കണ്ടേ മക്കളെ ഫംഗ്ഷൻ? നോക്കടാ,
സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് എന്നായിരിക്കണ്ടേ. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ എക്സ് എങ്കിൽ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ ഡയറക്റ്റ് ആൻസർ ചെയ്താ കേട്ടോ. എന്താ? ലോഗ് മോഡ് ടാൻ എക്സ്. അപ്പോ എഫ് ഓഫ് എക്സ് ഇവിടെ ന്യൂമറേറ്ററിൽ വരുന്ന ഫംഗ്ഷൻ ഏതാ? സീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ, ഈ റിസൾട്ട് പഠിച്ചതിനൊപ്പം തന്നെ ഈ റിസൾട്ടും പഠിച്ചിട്ടുണ്ടാവും. എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ്. ഇവിടെയും ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് തന്നെയാണ് ന്യൂമറേറ്റർ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ എവിടെയാ ഉള്ളത്? റൂട്ടിന്റെ അണ്ടറിൽ അല്ലെ. ഇങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക മക്കൾ, എന്താ ആൻസർ? 2 റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഓക്കെ, വളരെ യൂസ്ഫുൾ ആണ്. നോട്ട് ചെയ്യുക. ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. ഓക്കെ, യെസ് യെസ്. ഫൈൻഡ് 1 ബൈ എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 7 പ്ലസ് 1 ഡി എക്സ്. ശ്രദ്ധിക്കട്ടോ, നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനുള്ള നിർവാഹമൊന്നുമില്ല. കാരണം എന്താ? എക്സ് റേസ് ടു 7ന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 7 എക്സ് റേസ് ടു 6 ആയിരുന്നു. അതൊന്നും അതിലേക്ക് പോകണ്ട അല്ലേ. അപ്പോ എക്സ് റേസ് ടു 6 വരികയാണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷന് സ്കോപ്പ് ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, ഞാൻ ഇയാളൊന്ന് മാറ്റുന്നുണ്ടേ. ശ്രദ്ധിച്ചോ. യെസ്. ഇപ്പോ 1 ബൈ എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 7 പ്ലസ് 1 ഡി എക്സിന് ഞാൻ ശകലം മാറ്റാം കേട്ടോ. ഇങ്ങനെ മാറ്റുന്നു. ഇവിടെ നോക്കിക്കോ. ഈക്വൽ ടു 1 ബൈ എക്സ് റേസ് ടു 7 പ്ലസ് 1 ഡി എക്സ്. അതുപോലെ തന്നെ എഴുതി. മക്കളെ, ഡിനോമിനേറ്റർ എക്സ് കിട്ടണ്ടേ? എനിക്ക് ഈ എക്സിന് ഇങ്ങനെ എഴുതി കൊടുക്കാം. എക്സ് റേസ് ടു 7 താഴെ, എക്സ് റേസ് ടു 6 മുകളിൽ. പ്രശ്നമുണ്ടോ? എന്താ ഇങ്ങനെ കൊടുത്തൂടെ? എന്താ റീസൺ? എക്സ് റേസ് ടു 6 താഴെ, സോറി മുകളിലും എക്സ് റേസ് ടു 7 താഴെ എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്താൽ നമുക്ക് 1 ബൈ എക്സ് എന്നല്ലേ കിട്ടുക അല്ലേ. എക്സ് റേസ് ടു 6 എന്ന് പറഞ്ഞാൽ 6x ഉണ്ട്. എക്സിന്റെ 6 എക്സ് റേസ് ടു 7 ആണല്ലോ 7x അല്ലേ. അപ്പൊ കട്ട് ചെയ്താൽ 1 ബൈ എക്സ് തന്നെയല്ലേ. അപ്പോ ആ 1 ബൈ എക്സിനെ എനിക്ക് ഇങ്ങനെ എഴുതാലോ, എക്സ് റേസ് ടു 6 ബൈ എക്സ് റേസ് ടു 7 എഴുതാം. എന്താ റീസൺ? എക്സ് റേസ് ടു 7 പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് ആണ് ആര്? എക്സ് റേസ് ടു 7 പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് ആണ് ആര്? 7 എക്സ് റേസ് ടു 6 അല്ലേ. അപ്പോ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെ. യെസ്, എക്സ് റേസ് ടു 7നെ ഞാൻ എന്ത് കൊടുത്തു? യു എന്ന് കൊടുത്തു. എക്സ് റേസ് ടു 7നെ യു എന്ന് കൊടുത്തു. രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്താ എക്സ് റേസ് ടു 7ന്റെ ഡെറിവേറ്റീവ് എന്താ? 7 എക്സ് റേസ് ടു 6. യുവിന്റെ ഡെറിവേറ്റീവ് എന്താ? ഡി യു ബൈ ഡി എക്സ് അല്ലേ. ദാറ്റ് ഈസ് 7 എക്സ് റേസ് ടു 6 ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. എക്സ് റേസ് ടു 6 ഡി എക്സ് എന്ത് വരും മക്കളെ? ഡി യു ബൈ 7 വരും. റെഡിയാണോ? എക്സ് റേസ് ടു 6 ഡി എക്സ് എന്ത് വരും? ഡി യു ബൈ 7 കൊടുക്കാലോ. ശ്രദ്ധിച്ചേ, എക്സ് റേസ് ടു 6 ഡി എക്സ്, എക്സ് റേസ് ടു 6 ഡി എക്സ് ആരാ? ഡി യു ബൈ 7 അല്ലെ. 1 ബൈ 7 കോൺസ്റ്റന്റ് ആണ്, പുറത്ത് എഴുതുക. ന്യൂമറേറ്ററിൽ ഡി യു ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 7. എക്സ് റേസ് ടു 7 ആരാ മക്കളെ? യു അല്ലേ. യു ഇൻറ്റു എക്സ് റേസ് ടു 7 അഗൈൻ യു, യു പ്ലസ് 1. റെഡിയാണോ? ഈ സംഗതി ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? 1 ബൈ 7 ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ ഡി യു ബൈ യു ഇൻറ്റു യു പ്ലസ് 1. ഇത്രയും സംഗതി ക്ലിയർ അല്ലേ? കാരണം നമുക്ക് എക്സ് റേസ് ടു 7ന്റെ ഡെറിവേറ്റീവ് അറിയില്ല. എക്സ് റേസ് ടു 7ന്റെ ഡെറിവേറ്റീവ് അറിയില്ല അല്ല, 7 എക്സ് റേസ് ടു 6 ആ സാധനം അവിടെ ഇല്ല കേട്ടോ. അപ്പൊ അത് കൊണ്ടുവരാൻ എന്ത് ചെയ്തു? 1 ബൈ എക്സിനെ മാറ്റി എക്സ് റേസ് ടു 6 ബൈ എക്സ് റേസ് ടു 7. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയതായിട്ടൊന്ന് മായ്ക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക. സ്ക്രീൻ വൈപ്പ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക. യെസ്, അപ്പൊ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട ഇന്റഗ്രൽ ഐ ഈസ് ഈക്വൽ ടു എന്താ? 1 ബൈ 7 ഇൻറ്റു 1 ബൈ യു ഇൻറ്റു യു പ്ലസ് 1 ഡി യു. മക്കളെ, ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? 1 ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എ പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലേ. യെസ്, 1 ബൈ യു ഇൻറ്റു യു പ്ലസ് 1നെ നമുക്ക് എങ്ങനെ ഡീകമ്പോസ് ചെയ്യാം? എ ബൈ യു പ്ലസ് ബി ബൈ യു പ്ലസ് 1 ഇങ്ങനെ ഡീകമ്പോസ് ചെയ്യാം. 1 ബൈ യു ഇൻറ്റു യു പ്ലസ് 1നെ എങ്ങനെ ഡീകമ്പോസ് ചെയ്യാം? എ ബൈ യു പ്ലസ് ബി ബൈ യു പ്ലസ് 1. എങ്ങനെ സോൾവ് ചെയ്യണ്ടേ? ഈ ഡിനോമിനേറ്ററിന്റെ ആവശ്യം നമുക്കില്ല കേട്ടോ. ആ ഡിനോമിനേറ്ററിന്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്ററിനെ മൊത്തത്തിൽ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ യു ഇൻറ്റു യു പ്ലസ് 1 ചെയ്യുക, ഇവിടെ യു ഇൻറ്റു യു പ്ലസ് 1 ചെയ്യുക, ഇവിടെയും യു ഇൻറ്റു യു പ്ലസ് 1 ചെയ്യുക. ഇത് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, നിങ്ങൾ മനസ്സിൽ ചെയ്താൽ മതി. എടാ, യു ഇൻറ്റു യു പ്ലസ് 1 ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്റർ ഉണ്ട്. 1 ഇസ് ഈക്വൽ ടു ഇവിടെ യും കട്ട് ചെയ്താൽ മക്കളെ എ ഇൻറ്റു യു പ്ലസ് 1 വരും. പ്ലസ് ബി ഇൻറ്റു യു പ്ലസ് 1 കട്ട് ചെയ്താൽ ബി ഇൻറ്റു യു. റെഡി? യെസ്. അപ്പൊ 1 ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? കിട്ടിയോ? 1 ഇസ് ഈക്വൽ ടു ഇയാളെ കിട്ടി. യെസ്. അപ്പൊ ശ്രദ്ധിക്കുക, എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം.
എങ്ങനെ ചെയ്യണ്ടേ? നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എടാ u പ്ലസ് 1 0 വരണമെങ്കിൽ നിങ്ങൾ യുവിന് എന്ത് കൊടുക്കണം? -1 കൊടുക്കണം അല്ലേ? ഈ ബിന്റെ ടേം 0 വരണമെങ്കിൽ യുവിന് എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. ഓക്കെ, രണ്ട് വാല്യൂ കൊടുത്ത് നോക്കിയേ. ആദ്യം -1 കൊടുത്താൽ 1 is equal to a into -1 plus 1 0 ആണ്. b into -1 എന്ത് വരും? -b അല്ലേ? ദാറ്റ് മീൻസ് ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി -1. ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി -1. യുവിന് 0 കൊടുത്തേ. 1 is equal to മക്കളെ a into u plus 1. 0 plus 1 1 തന്നെ. 1 into a ചെയ്യുമ്പോൾ a കിട്ടും. ഈ ബിന്റെ ടേം 0 കേട്ടോ. b into 0 0. അപ്പോൾ എ വാല്യൂ കിട്ടി, ബി വാല്യൂ കിട്ടി. ക്ലിയർ അല്ലേ? ആ എ വാല്യൂ ബി വാല്യൂ നമ്മൾ അവിടെ കൊടുക്കണം. ദാ എക്ക് പകരം കൊടുക്കുക, ബിക്ക് പകരം കൊടുക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യാം. യെസ്, ശ്രദ്ധിച്ചോ. യെസ്, അപ്പൊ നമുക്ക് ആരെ ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ? 1/u into u plus 1 ഇന്റഗ്രേറ്റേഷൻ ചെയ്യണം. ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ 1/u into u plus 1 du ആണ് നമുക്ക് ചെയ്യേണ്ടത്. എന്ത് ചെയ്യാം? ആദ്യം ഇന്റഗ്രൽ a/u. a എത്രയായിരുന്നു? 1/u du പ്ലസ് b -1/u plus 1 du. ഓക്കെ, 1/u എന്ന് പറയുന്നത് എത്രയാ മക്കളെ? ലോഗ് മോഡ് u. പ്ലസും മൈനസും പുറത്ത്. 1/u plus 1 ഇന്റഗ്രൽ എന്താ? ലോഗ് മോഡ് u plus 1 plus c. ദിസ് ഈസ് ദി ആൻസർ. ഫൈനൽ ആൻസർ എഴുതാം. ലോഗ് മോഡ് u എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? x⁻⁷ ആയിരുന്നു. മൈനസ് ലോഗ് മോഡ് x⁻⁷ plus 1 plus c. ഓക്കെ, ഇതാണ് ആൻസർ. ഓക്കെ, യെസ്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതും ശ്രദ്ധിക്കുക. 1/x മാറ്റുന്നത് എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യുക. യെസ്, ഫൈൻഡ് ഇന്റഗ്രൽ 1/e⁻x plus e⁻−x ഹോൾ സ്ക്വയർ. ശ്രദ്ധിക്കുക മക്കളെ. നമുക്ക് ആരെ ഇന്റഗ്രേഷൻ ചെയ്യണ്ടേ? 1/e⁻x e⁻−x ഹോൾ സ്ക്വയർ dx. ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്താനേ. ശ്രദ്ധിക്കുക. ഈക്വൽ ടു ഇന്റഗ്രൽ 1/e⁻x. ഓക്കെ, എടാ e⁻−x അല്ലേ? മൈനസ് പവർ അല്ലേ? അതിന് എനിക്ക് ഇങ്ങനെ എഴുതാലോ? 1/e⁻x ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. റെഡി? e⁻−x ന്യൂമറേറ്ററില, ഡിനോമിനേറ്ററിൽ കിടക്കുമ്പോൾ 1/e⁻x കേട്ടോ. യെസ്, ഇന്റഗ്രൽ 1/e⁻x into e⁻x ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. e⁻x into e⁻x പ്ലസ് 1 into 1 1 ഡിവൈഡഡ് ബൈ 1 into e⁻x. റെഡി അല്ലേ? എന്താ e⁻x into e⁻x? രണ്ടിന്റെയും ബേസ് സെയിം ആണ്. ഈ രണ്ട് പവർ ആഡ് ചെയ്താൽ പോരെ? എന്ത് കിട്ടും? e⁻2x അല്ലേ? പ്ലസ് 1 ഡിവൈഡഡ് ബൈ e⁻x ഹോൾ സ്ക്വയർ dx. റെഡി? ഓക്കെ, ഒന്നും കൂടി വിശദീകരിച്ച് എഴുതിയാൽ ശ്രദ്ധിക്കുക. 1/e⁻2x plus 1 whole square divided by നോക്കണം. e⁻x ന്റെ ഹോൾ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? e⁻x 2 ഇൻറ്റു ചെയ്താൽ e⁻2x അല്ലേ? എത്ര വരിക? e⁻2x. റെഡി ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്, e⁻−x 1/e⁻x എന്ന് എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. e⁻x into e⁻x ചെയ്യുന്നത് e⁻2x ആണ്. ഓക്കെ അല്ലേ? e⁻x ഹോൾ സ്ക്വയർ എന്താ? e⁻2x. ശ്രദ്ധിക്കട്ടോ മക്കളെ, ഇത്രയും സാധനം ഡിനോമിനേറ്ററിലാണ് അല്ലേ? നോക്കടാ, ഡിനോമിനേറ്ററിലേക്ക് വാ. ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലേക്ക് കൊടുക്കാലോ അല്ലേ? അപ്പൊ എങ്ങനെ കൊടുക്കാം? ഇന്റഗ്രൽ e⁻2x ഡിവൈഡഡ് ബൈ e⁻2x plus 1 ഹോൾ സ്ക്വയർ dx. റെഡിയാണോ? e⁻2x ഡിവൈഡഡ് ബൈ e⁻2x plus 1 ഹോൾ സ്ക്വയർ dx. റെഡി? ഇനി നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. e⁻2x plus 1 ന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ന്റെ ഡെറിവേറ്റീവ് 0. e⁻2x ന്റെ ഡെറിവേറ്റീവ് എന്താ? e⁻2x into 2. മക്കളെ, e⁻2x അവിടെ ഉണ്ട്. അപ്പോ ഇന്റഗ്രേഷൻ ചെയ്യുന്നതിൽ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ട് എങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കടാ, e⁻2x plus 1 ഞാൻ എന്ത് കൊടുത്തു? u എന്ന് കൊടുത്തു. രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്യണേ. e⁻2x ന്റെ ഡിഫറൻസിയേഷൻ എന്താ? e⁻2x into 2. 1 ന്റെ 0 അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു du/dx. നമുക്ക് വേണ്ടത് അറിയാം, e⁻2x into dx മതി. e⁻2x ഉണ്ട്, dx is equal to എങ്ങനെ മാറ്റി എഴുതാം? du/2. റെഡി? യെസ്. അപ്പൊ എങ്ങനെ കൊടുക്കും? എഴുതാം. ഇന്റഗ്രൽ e⁻2x dx ആരാ? du/2. 1/2 കോൺസ്റ്റന്റ് പുറത്ത്, ന്യൂമറേറ്ററിൽ du ഡിവൈഡഡ് ബൈ
e raised to 2x plus 1 whole square. e raised to 2x plus 1 u ആണല്ലോ, u ന്റെ സ്ക്വയർ, അതായത് 1/2 1/u square du. എന്താ 1/u സ്ക്വയറിന്റെ ഇന്റഗ്രൽ? u raised to -2 അല്ലേ? u raised to -2 plus 1 divided by -2 plus 1 എന്ത് കിട്ടും? -1/u എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് ഓൾറെഡി 1/2 ഉണ്ട് ഇൻറ്റു -1/u plus c. ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, യുവിനെ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഫൈനൽ ആൻസർ ഞാൻ ഇവിടെ എഴുതാം, ശ്രദ്ധിക്കുക. യെസ്, -1/2 ഇൻറ്റു യു. യു ആരാ? e raised to 2x plus 1 plus c. This is the answer. Ready? Okay, clear. Yes, evaluate integral 0 to pi x sin x by 1 plus cos square x. എടാ, ഈ ലോവർ ലിമിറ്റ് 0 വന്നു കഴിഞ്ഞാൽ 95% മക്കളെ ആ ക്വസ്റ്റ്യൻ എവിടെ നിന്നായിരിക്കും? പ്രോപ്പർട്ടി നമ്പർ 4 എന്നായിരിക്കും അല്ലേ? എന്താ പ്രോപ്പർട്ടി നമ്പർ 4? ഇങ്ങനെ ലോവർ ലിമിറ്റ് 0 ആണെങ്കിൽ 0 to a f of x ds നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 0 to a f of x ന് പകരം a minus x dx എന്ന് മാറ്റി എഴുതാം. റെഡി? അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്റഗ്രൽ ആരായിരുന്നു? 0 to pi x sin x ഡിവൈഡഡ് ബൈ 1 plus cos square x dx. റെഡി? അപ്പോ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ 0 to പൈക്ക് മാറ്റില്ല. എക്സിന് പകരം എന്ത് കൊടുക്കണം? പൈ മൈനസ് എക്സ് അല്ലേ? എക്സിന് പകരം എ മൈനസ് എക്സ്. എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? എ മൈനസ് എക്സ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ആരാ? എ എന്ന് പറഞ്ഞാൽ ആരാ? പൈ കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, പൈ മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സിന് പകരം എന്ത് കൊടുത്തു? പൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 plus cos square പൈ മൈനസ് എക്സ്. റെഡിയാണോ? ഓക്കെ അല്ലേ? യെസ്, ശ്രദ്ധിക്കുക. 0 to പൈ, പൈ മൈനസ് എക്സിന് മാറ്റില്ല. എന്താ സൈൻ പൈ മൈനസ് എക്സ്? നമ്മളെ π/2 വന്നു കഴിഞ്ഞാൽ സൈൻ കോസിലേക്ക് മാറണം, കോസ് സൈനിലേക്ക് മാറണം, കോ ഫംഗ്ഷനിലേക്ക് മാറണം എന്നൊക്കെ പറഞ്ഞു അല്ലേ? ശ്രദ്ധിക്കുക, എടാ പൈന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷന് എന്തില്ല? ചേഞ്ച് ഇല്ല. സൈൻ ആണെങ്കിൽ സൈൻ, കോസ് ആണെങ്കിൽ കോസ്, ടാൻ ആണെങ്കിൽ ടാൻ. അഗൈൻ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നിങ്ങൾ ക്വാഡ്രന്റ് നോക്കിയിട്ട് മനസ്സിലാക്കണം. എടാ സൈൻ പൈ മൈനസ് എക്സ്, സൈൻ പൈ മൈനസ് എക്സ് ആൻസർ സൈനസ് തന്നെ വരിക. പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. പൈ മൈനസ് എക്സ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്, സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ പോസിറ്റീവ് ആണ്. 1 പ്ലസ് കോസ് സ്ക്വയർ പൈ മൈനസ് എക്സ്, അതായത് കോസ് പൈ മൈനസ് എക്സ് ഇൻറ്റു കോസ് പൈ മൈനസ് എക്സ്. നമുക്ക് ആൻസർ കോസ് എക്സ് ആണെന്ന് അറിയാം. രണ്ടും പ്ലസ് ആണോ മൈനസ് ആണോ? പൈ മൈനസ് എക്സ് സെക്കൻഡ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവാ. മൈനസ് കോസ് മൈനസ് കോസ്. മക്കളെ സ്ക്വയർ അല്ലേ? മൈനസ് കോസ് ഇൻറ്റു മൈനസ് കോസ് ചെയ്യുമ്പോൾ അത് കോസ് സ്ക്വയർ എക്സ് ആയി മാറി. റെഡി? ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ഇയാളെ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യാൻ അറിയില്ല അല്ലേ? ഒരു പക്ഷേ ഈ എക്സ് ഇല്ലെങ്കിൽ പിന്നെയും ചെയ്യാമായിരുന്നു. കോസിന്റെ ഡെറിവേറ്റീവ് ആണ് സൈൻ. അപ്പൊ കോസിന് യു കൊടുത്ത് സൈൻ എക്സ് ഡി എസ് കൊടുത്ത് നമുക്ക് വേണ്ടി ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ ആരുണ്ട്? എക്സ് ഉണ്ട്. റെഡി? അപ്പൊ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ആരെ സഹായത്തിന് വിളിച്ചത്? ഈ പ്രോപ്പർട്ടിനെ കൂട്ടിയത്. റെഡി? അങ്ങനെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടും നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ആളൊന്നല്ല നമുക്ക് കിട്ടിയത് അല്ലേ? ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുന്ന ആളെയാണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യണം? പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടും ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഫോം ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും ആഡ് ചെയ്യുക അല്ലേ? ശ്രദ്ധിച്ചിരിക്കണേ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. യെസ്, ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2, i plus i, 2i is equal to 0 to pi x sin x divided by 1 plus cos square x dx. അടുത്തത് 0 to pi pi minus x sin x divided by 1 plus cos square x dx. രണ്ടിന്റെയും ലിമിറ്റ് സെയിം, 0 to pi. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം, 1 plus cos square x. രണ്ടും വിത്ത് റെസ്പെക്ട് ടു x ആണ്. മക്കളെ x sin x ഇവിടെ ഉണ്ട്. അവിടെ ആരാളെ? പൈ മൈനസ് എക്സ് ഇൻറ്റു സൈനസ് അല്ലേ? ആ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്തേ. എന്ത് കിട്ടും? പൈ ഇൻറ്റു സൈനസ് എന്താ? പൈ സൈൻ എക്സ്. മൈനസ് എക്സ് ഇൻറ്റു സൈനസ് എന്താ? മൈനസ് എക്സ് സൈനസ്. കട്ട് ചെയ്തൂടെ? എക്സ് സൈനസ് മൈനസ് എക്സ് സൈനസ് കട്ട്. എന്ത് കിട്ടി? 2i is equal to 0 to pi. ശ്രദ്ധിക്കുക, പൈ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 plus cos square x dx എന്ന് കിട്ടി. ഇത്രയും സംഗതി ഓക്കെ ആണോ? യെസ്, നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, വലിയ പ്രയോജനം ഉണ്ടായില്ല. ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റില്ല. രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്തു, ഇവിടെ എത്തി.
ആകെ വന്ന മാറ്റം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു ഈ എക്സ് വന്നത് പ്രശ്നമാണ് അല്ലേ? ആ എക്സ് പോയല്ലോ. ഇനി നമുക്ക് ചെയ്യാലോ. യെസ്, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. യെസ് യെസ് യെസ്. ഞാനിവിടെ എഴുതുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ആളാരായിരുന്നു മക്കളെ? 2i is equal to 0 to pi sin x by 1 plus cos square x. കേട്ടോ, ശ്രദ്ധിക്കുക. 2i is equal to 0 to pi sin x അല്ലേ? പൈ കോൺസ്റ്റന്റ് പുറത്ത് sin x by 1 plus cos square x. ഇതിന് എളുപ്പം ചെയ്യാലോ. കാരണം എന്താ? cos x ന്റെ ഡെറിവേറ്റീവ് ആണ് ആര്? മൈനസ് sin x. അത് അവിടെ ന്യൂമറേറ്ററിൽ ഉണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചേ, cos x നെ ഞാൻ u എന്ന് കൊടുത്തു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് sin x dx എന്ത് കിട്ടും? du എന്ന് കിട്ടും. sin x dx എന്ത് കിട്ടും മക്കളെ? മൈനസ് du. റെഡി? ഇത്രയും സാധനം അപ്ലൈ ചെയ്യാലോ. ശ്രദ്ധിക്കുക, 2i is equal to pi into 0. ശ്രദ്ധിക്കുക, ഇന്റഗ്രൽ എഴുതി. sin x dx ആരാ? മൈനസ് du അല്ലേ? മൈനസ് ഇവിടെ കൊടുത്തു, du. റെഡി? യെസ്. 1 പ്ലസ് cos square x. എടാ cos x u ആണല്ലോ, അപ്പൊ cos square എന്ത് വരും? u square. ലിമിറ്റ് കൊടുക്കണ്ടേ? ആദ്യം അത് x ന്റെ ലിമിറ്റ് ആയിരുന്നു. ഇപ്പൊ x ഒക്കെ മാറി. ഇപ്പൊ ആരാ? cos x അല്ലേ? u ലേക്ക് മാറിയില്ലേ? അപ്പോ ശ്രദ്ധിക്കുക, cos x ന്റെ ലിമിറ്റ് എന്തായിരുന്നു? x 0 വരണം. സോറി, x ന്റെ ലിമിറ്റ് എന്തായിരുന്നു? x ന്റെ ലിമിറ്റ് x 0 വരും, x പൈയും വരും അല്ലെ? x 0 ആകുമ്പോൾ u എന്ത് വരും മക്കളെ? cos 0 എത്രയാ? 1. x പൈ ആകുമ്പോൾ മക്കൾ എന്ത് വരും? cos പൈ എത്ര വരും? -1 അല്ലെ? അപ്പൊ 0 ആകുമ്പോൾ u എത്രയാ? 1. റെഡി? പൈ ആകുമ്പോൾ u എത്രയാ? -1. ഇനി ചെയ്യാം. 2i is equal to, ശ്രദ്ധിക്കുക, മൈനസ് പൈ ഇൻറ്റു എന്താ? 1/1 plus u square. 1/1 plus u square എന്ന് പറഞ്ഞാൽ tan inverse u അല്ലെ? tan inverse u. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാം. 2i is equal to മൈനസ് പൈ tan inverse -1 മൈനസ് tan inverse 1. എടാ, ഈ tan inverse -1 ഒക്കെ വാല്യൂ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലൊക്കെ പഠിച്ചതല്ലേ? എന്താ tan inverse -1 വാല്യൂ? യെസ്, -π/4. ഇവിടെ നോക്കിക്കോ, 2i is equal to മൈനസ് പൈ ഇൻറ്റു, ശ്രദ്ധിക്കുക, -π/4 റെഡി? യെസ്. എടാ -π/4 -π/2 അല്ലേ? 2i is equal to മൈനസ് പൈ ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? -π ഇൻറ്റു -π/2 അല്ലേ? യെസ്. i is equal to -π എന്ത് കിട്ടും? π². ഈ 2 എന്തായി? π²/4. i is equal to π²/4. റെഡി? ഇതാണ് നമ്മുടെ ആൻസർ. അഗൈൻ ഈ ക്വസ്റ്റ്യൻ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ചെയ്ത് പഠിക്കാം. യെസ്, നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അന്നേരം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇന്റഗ്രൽ sin x by sin x minus a. റെഡി? യെസ്. എന്താ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ഇന്റഗ്രൽ sin x by sin x minus a dx ആണ് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്തത്. മക്കളെ, ഞാൻ x മൈനസ് എനെ എന്ന് വിളിച്ചു? u എന്ന് വിളിച്ചു. x മൈനസ് എന്ന് വിളിച്ചു? u. റെഡി? എടാ, രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്തേ. x ന്റെ ഡെറിവേറ്റീവ് 1, a ന്റെ ഡെറിവേറ്റീവ് 0 അല്ലേ? 1 - 0 1 തന്നെ കേട്ടോ. ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും? du/dx. മക്കളെ, dx ഈക്വൽ ടു du അല്ലേ? dx കാണുന്നിടത്തൊക്കെ എന്ത് കൊടുക്കാം? du കൊടുക്കാം. ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. അപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇന്റഗ്രൽ സൈൻ ഇവിടെ x ആണല്ലോ അല്ലേ? x മൈനസ് എ യു ആണ് എങ്കിൽ മക്കളെ x എന്ത് കിട്ടും? u പ്ലസ് എ. x എന്ത് കിട്ടും? u പ്ലസ് എ. റെഡി? അപ്പോ സൈൻ എക്സിന് പകരം എന്ത് കൊടുക്കാം? u പ്ലസ് എ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് എ ആരായിരുന്നു? സൈൻ എക്സ് മൈനസ് എ ആരായിരുന്നു? എക്സ് മൈനസ് എ യു ഇൻറ്റു dx ആരായിരുന്നു? du. യെസ്. എന്താ സൈൻ യു പ്ലസ് എന്റെ എക്സ്പാൻഷൻ? സൈൻ യു പ്ലസ് എന്റെ എക്സ്പാൻഷൻ ഞാൻ വായിക്കുന്നുണ്ട്. സൈൻ യു പ്ലസ് എന്റെ എക്സ്പാൻഷൻ എന്താ? സൈൻ എ പ്ലസ് ബി അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഇത് അവിടെ നോക്കിക്കോ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഇന്റഗ്രൽ സൈൻ യു കോസ് എ പ്ലസ് കോസ് യു സൈൻ എ ഡിവൈഡഡ് ബൈ സൈൻ യു ഡി. ഓക്കെ, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാലോ. ഇന്റഗ്രൽ sin u cos a by sin u plus cos u sin a by sin u whole du.
റെഡി? കട്ട് ചെയ്യാം. സൈൻ യു കട്ട്. എന്ത് കിട്ടി? ഇന്റഗ്രൽ കോസ് എ പ്ലസ് ഇന്റഗ്രൽ ഇവിടെ കോസ് യു ബൈ സൈൻ യു എത്രയാടാ? കോട്ട് യു സൈൻ എ ഡി യു. റെഡി? യെസ്. ഓക്കെ, അപ്പോ ഇത്രയും ആളെ ഇന്റഗ്രേഷൻ ചെയ്താൽ പരിപാടിയായി. ഓക്കെ, ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ കോസ് എ ഡി യു പ്ലസ് ഇന്റഗ്രൽ കോട്ട് യു സൈൻ എ ഡി യു. മക്കളെ, കോസ് എ കോൺസ്റ്റന്റ് അല്ലേ? എ കോൺസ്റ്റന്റ് ആണെങ്കിൽ കോസ് എയും എന്ത് തന്നെയാണ്? കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റ് ആണെങ്കിൽ വെറുതെ അവിടെ വെക്കണ്ട, പുറത്തേക്ക് എടുക്കുക. കോസ് എ. റെഡി? ഇന്റഗ്രൽ ഡി യു ഇന്റഗ്രൽ ഡി എക്സ് എക്സ്. ഇന്റഗ്രൽ ഡി യു എന്താ? യു പ്ലസ് സെയിം. ശ്രദ്ധിക്കുക, സൈൻ എ കോൺസ്റ്റന്റ് ആ. സൈൻ എ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇന്റഗ്രേഷൻ അകത്ത് വെക്കരുത്, പുറത്തേക്ക് എടുക്കുക. സൈൻ എ പുറത്ത് അല്ലേ? എന്താ കോട്ട് യുവിന്റെ ഇന്റഗ്രൽ? കോട്ട് യുവിന്റെ ഇന്റഗ്രൽ എന്താ? ലോഗ് മോഡ് സൈൻ യു പ്ലസ്. കഴിഞ്ഞു ആൻസർ. യുവിന് പകരം എന്ത് കൊടുക്കുക? യുവിന് പകരം നമ്മൾ എക്സ് മൈനസ് എ ആയിരുന്നു നമ്മുടെ യു അല്ലേ? അപ്പൊ യുവിന് പകരം എക്സ് മൈനസ് എ കൊടുത്ത് ആൻസർ എഴുതി അവസാനിപ്പിക്കുക കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കട്ടോ. സൈൻ എക്സ് മൈനസ് എ ഇത് എക്സ് പ്ലസ് എ ആയിട്ട് ചോദിക്കാം. അപ്പൊ സെയിം ഐഡിയ, എക്സ് പ്ലസ് എ യു എന്ന് കൊടുക്കുക, പരിപാടി ചെയ്യാം. ഇവിടെ പ്ലസ് വന്നെടുത്തുന്നത് വരും, മൈനസ് വരും. ആൻസർ യെസ്. 0 to pi x by 1 plus sin x. മക്കളെ, ഈ ലോവർ ലിമിറ്റ് 0 കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കാനില്ല കേട്ടോ. നമ്മുടെ പ്രോപ്പർട്ടി നമ്പർ 4 അറിയാലോ. യെസ്. 0 to a f of x dx ആണെങ്കിൽ 0 to a x നെ മാറ്റി a minus x കൊടുക്കുക. ഇതവിടെ നോക്കിക്കോ, നമ്മുടെ കയ്യിലുള്ള ഇന്റഗ്രൽ 0 to pi x by 1 plus sin x dx എന്നല്ലേ? ശ്രദ്ധിക്കുക, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കുക, ഞാൻ പ്രോപ്പർട്ടി വീണ്ടും എഴുതുന്നില്ല. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 0 to pi ലിമിറ്റിന് മാറ്റില്ല. എക്സിന് പകരം a minus x കൊടുക്കണം. മക്കളെ, ഇവിടെ എക്സ് ആരാ? അപ്പർ ലിമിറ്റ് ആരാ? അപ്പർ ലിമിറ്റ് പൈ ആ അല്ലേ? അപ്പൊ a minus x എന്നാൽ പൈ മൈനസ് എക്സ് കൊടുക്കടാ. പൈ മൈനസ് എക്സ്. യെസ് പൈ മൈനസ് എക്സ്. 1 plus സൈൻ എക്സിന് പകരം പൈ മൈനസ് എക്സ്. റെഡി? സെറ്റ്. യെസ് മക്കളെ, എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 to പൈ മൈനസ് എക്സിന് മാറ്റമൊന്നുമില്ല. 1 പ്ലസ് എന്താ? സൈൻ പൈ മൈനസ് എക്സ്. വീണ്ടും അതേ കഥയാണേ. പൈ ആണെങ്കിൽ യാതൊരു മാറ്റില്ല. ഏതാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ? അയാൾ തന്നെ. അപ്പോ സൈൻ പൈ മൈനസ് എക്സ് ആണെങ്കിൽ മക്കളെ ആൻസർ എന്താ? സൈൻ എക്സ്. പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് നിങ്ങൾ പൊസിഷൻ നോക്കി പറയാട്ടോ. പൈ മൈനസ് എക്സ് ഒക്കെ ഇനി ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. ഏതാ? സെക്കൻഡ് ക്വാഡ്രന്റ്. റെഡി? നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. നമുക്ക് ഇപ്പോഴും ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ആളാണ് അല്ലേ? അതിപ്പോ പൈ മൈനസ് എക്സ് മാത്രമാണെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു, സൈൻ എക്സ് മാത്രമാണ് ചെയ്യായിരുന്നു, 1dx മാത്രമായിട്ടാണ് ചെയ്യായിരുന്നു അല്ലേ? അതേ സാധനം അവിടെ എക്സ്ട്രാ ഒരു പൈ മൈനസ് എക്സ് കയറി വന്നു. അപ്പോ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടും നിർവാഹം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യുക. 2i എന്ത് കിട്ടും? 0 to pi അല്ലെ? എക്സ് ബൈ 1 പ്ലസ് സൈൻ എക്സ് പ്ലസ് പൈ മൈനസ് എക്സ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. റെഡി? യെസ്. രണ്ടിന്റെയും ലിമിറ്റ് സെയിം ആണ്. സോറി, ഡി എക്സ് 0 to pi. രണ്ടിന്റെയും ലിമിറ്റ് സെയിം ആണ്, രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. രണ്ടും നമ്മൾ എക്സ് വെച്ചാണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. സോ എനിക്ക് എന്ത് മാറ്റി എഴുതാം? രണ്ടിനെയും കമ്പൈൻ ചെയ്ത് എഴുതാണേ. ശ്രദ്ധിച്ചോട്ടോ, ഞാൻ കുറച്ച് മായ്ക്കട്ടെ, കുറച്ചധികം ചെയ്യണ്ടോ? ശ്രദ്ധിക്കട്ടോ. യെസ്. 2i is equal to 0 to pi. ഓക്കെ, എക്സ് പ്ലസ് പൈ മൈനസ് എക്സ് ന്യൂമറേറ്റർ, താഴെ 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ആരെങ്കിലും കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? നോക്കിയേ, ന്യൂമറേറ്ററിൽ എക്സും ഉണ്ട്, ആരുണ്ട്? എക്സും ഉണ്ട്, പൈ മൈനസ് എക്സ് ഉണ്ട്. എക്സ് മൈനസ് എക്സ് കട്ടായില്ലേ? ബാക്കി ആരുണ്ടാവുള്ളൂ? പൈ ബൈ 1 പ്ലസ് സൈൻ എക്സ് എന്ന് ഉണ്ടാവുള്ളൂ. ശ്രദ്ധിക്കട്ടോ. യെസ്. യെസ് യെസ്. 2i is equal to 0 to pi x minus x കട്ട് pi by 1 plus sin x dx. ഓക്കെ, അപ്പൊ ഇപ്പോഴും നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്ത് ചെയ്യുന്ന അറിയോ? പൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുക്കാമല്ലോ. ദാ പൈ കോൺസ്റ്റന്റ് പുറത്ത് 0 to pi എന്ത് കിട്ടി? 1 by 1 plus sin x കിട്ടി. ശ്രദ്ധിക്കണേ, ഞാൻ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. 1 plus sin x ന്റെ കോൺജുഗേറ്റ് ആരാ? 1 minus sin x, താഴെയും 1 minus sin x. റെഡി? യെസ്.
എന്ത് കിട്ടും? 2i is equal to pi into 0 to pi 1 minus sin x divided by a plus b into a minus b, a square minus b square. അല്ലേ? എന്താ a square minus b square? a plus b a minus b, മാറ്റൊന്നുമില്ല കേട്ടോ. 0 to pi 1 minus sin x divided by 1 minus sin square x. എന്താ മക്കളെ 1 minus sin square x? cos square x dx. cos square x dx. റെഡി? ഈ സാധനം ഈ ലിമിറ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇന്റഗ്രേഷൻ പഠിച്ചു തുടങ്ങുമ്പോൾ ചെയ്യുന്ന സാധനം. എന്ത് ചെയ്യണം? ഈ ആളെ സ്പ്ലിറ്റ് ചെയ്യാം. 1 ബൈ കോസ് സ്ക്വയർ അറിയാലോ. 1 ബൈ കോസ് സ്ക്വയർ ആരാ? 6 സ്ക്വയർ. 6 സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ നമുക്ക് ഡയറക്റ്റ് അറിയാം. സൈൻ ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മക്കളെ സൈൻ ബൈ കോസ് ഇൻറ്റു 1 ബൈ കോസ് ആ. അപ്പോ ടാൻ എക്സ് സീക്ക് എക്സ് അതിന്റെയും ഇന്റഗ്രേഷൻ ഡയറക്റ്റ് അറിയാം കേട്ടോ. ഇവിടെ നോക്കിക്കോ, 2i is equal to പൈ കോൺസ്റ്റന്റ് പുറത്തുണ്ട്, 0 to പൈ. ഇയാളെ മെല്ലെ സ്പ്ലിറ്റ് ചെയ്തേ. 1 ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് മാത്രം കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എഴുതിട്ടാ. 2i is equal to പൈ ഇൻറ്റു 0 to പൈ 1 ബൈ കോസ് സ്ക്വയർ 1 ബൈ കോസ് സ്ക്വയർ 1 ബൈ കോസ് സ്ക്വയർ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് സൈൻ ബൈ കോസ് എന്തായിരുന്നു? ടാൻ എക്സ്. 1 ബൈ കോസ് എന്തായിരുന്നു? സീക്ക് എക്സ്. റെഡി? യെസ്. ഫൈനൽ ആൻസർ യെസ്. സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ അറിയാം. എന്താ ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ്? യെസ്, ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ് അല്ലേ? അപ്പൊ സീക്ക് സ്ക്വയർ എക്സിനെ ഇന്റഗ്രേഷൻ ചെയ്താൽ നമുക്ക് ആരെ കിട്ടണം? ടാൻ എക്സിൽ കിട്ടണം. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. യെസ്, 2i is equal to പൈ ഇൻറ്റു യെസ് സീക്ക് സ്ക്വയർ എക്സിന്റെ എന്താ? ടാൻ എക്സ് മൈനസ് ടാൻ എക്സ് സീക്ക് എക്സ്. മക്കളെ ടാൻ എക്സ് സീക്ക് എക്സ് ഇന്റഗ്രൽ ടാൻ എക്സ് സീക്ക് എക്സ് എന്താ? സീക്ക് എക്സ് കേട്ടാ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. 0 to പൈ. 2i is equal to പൈ ഇൻറ്റു ശ്രദ്ധിക്കുക അപ്പർ ലിമിറ്റ് ടാൻ പൈ മൈനസ് സീക്ക് പൈ അല്ലെ, മൈനസ് ലോവർ ലിമിറ്റ് ടാൻ 0 മൈനസ് സീക്ക് 0. ഓക്കെ, ടാൻ പൈന്റെ വാല്യൂ 0 അല്ലേ? യെസ്, ടാൻ പൈന്റെ വാല്യൂ 0. പൈ ഇൻറ്റു ടാൻ പൈന്റെ വാല്യൂ 0 മൈനസ് എന്താ സീക്ക് പൈന്റെ വാല്യൂ? കോസ് പൈ മൈനസ് 1 ആണ്. അപ്പൊ സീക്ക് പൈ എന്താ? -1 കേട്ടോ. 0 മൈനസ് -1 മൈനസ് അഗൈൻ ടാൻ 0 0 ടാൻ 0 0 മൈനസ് സീക്ക് 0. എടാ കോസ് 0 1 ആണ്. അപ്പൊ സീക്ക് 0 തന്നെയാ 1 1 1 1 1. അപ്പൊ 2i is equal to പൈ. ശ്രദ്ധിക്കുക 0 മൈനസ് മൈനസ് പ്ലസ് 1 ആയി മൈനസ് മൈനസ് 1 അഗൈൻ പ്ലസ് 1 ആയി. 1 പ്ലസ് 1 എന്താ? 2. 2i is equal to 2 പൈ എന്ന് വരും. i is equal to എന്ത് കിട്ടി? പൈ എന്ന് കിട്ടി. റെഡി ആണല്ലോ? അപ്പോ ഇത്രയും ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ആ ക്വസ്റ്റ്യന് ആൻസർ കിട്ടുള്ളൂ. ഇത് ചോദിക്കല്ലേ എന്ന് നിങ്ങളെ പോലെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് 0 to പൈ സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 to പൈ സ്ക്വയർ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഹെൻസ് ഇവാലുവേറ്റ്. ചെയ്യില്ലേ? 0 to പൈ സ്ക്വയർ 0 കണ്ടു കഴിഞ്ഞാൽ മക്കളെ ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം? പ്രോപ്പർട്ടി നമ്പർ 4 അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സൈൻ സ്ക്വയർ എസ് മാറി എന്ത് കിട്ടും? കോസ് സ്ക്വയർ എസ് കിട്ടും. രണ്ട് ഇന്റഗ്രലും ആഡ് ചെയ്യുക. ഓക്കെ, സൈൻ സ്ക്വയർ എസ് പ്ലസ് കോസ് സ്ക്വയർ എസ് 1 കിട്ടും. ആൻസർ കിട്ടും. സെയിം പരിപാടി ഇവിടെ എടുക്കാം കേട്ടോ. രണ്ട് ആൻസർ എന്തായിരിക്കും? സെയിം ആയിട്ട് കിട്ടും. ട്രൈ ചെയ്യണം. യെസ്, ഇന്റഗ്രൽ ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. മക്കളെ നമുക്ക് 1/x ഇന്റഗ്രൽ ലോഗ് എക്സ് ആണെന്ന് അറിയാം. ലോഗ് എക്സിന്റെ ഇന്റഗ്രൽ നിങ്ങൾ എവിടെയും പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് നമുക്ക് അറിയാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാൻ ആരെ കൂട്ടിനെ വിളിക്കണം? ഇന്റഗ്രേഷൻ ബൈ പാർട്സിനെ വിളിക്കണം. റെഡി? എന്തായിരുന്നു ഇന്റഗ്രേഷൻ ബൈ പാർട്സ്? ഇന്റഗ്രേഷനകത്ത് രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷന്റെ രൂപത്തിലാണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അല്ലേ? ഓർമ്മയുണ്ടോ? u into v dx is equal to ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് u, സെക്കൻഡ് ഫംഗ്ഷൻ ആണ് അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ബ്രാക്കറ്റിനകത്ത് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഹോൾ ഒരു പ്രാവശ്യം കൂടി ഇന്റഗ്രേഷൻ ചെയ്യും. ഇതായിരുന്നു ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അല്ലേ? ശ്രദ്ധിക്കുക, ഞാനൊന്ന് സ്ക്രീൻ വൈപ്പ് ചെയ്യേണ്ട, എല്ലാവരും പോസ് ചെയ്തിട്ട് ആ ഇക്വേഷൻ നോട്ട് ചെയ്യണം. ശ്രദ്ധിക്കുക. അപ്പോ രണ്ട് ഫംഗ്ഷൻസ് വേണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബൈ പാർട്സ് വർക്ക് ആവുള്ളൂ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ഇന്റഗ്രൽ ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ശ്രദ്ധിക്കുക ഇൻറ്റു 1 ചെയ്തൂടെ? പ്രശ്നമുണ്ടോ?
നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഇന്റഗ്രൽ കാണാൻ പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 എന്നെടുത്ത് ചെയ്യാം. അതേ കൺസെപ്റ്റ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഹൈലൈറ്റ് റൂൾ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കഴിഞ്ഞാൽ ലോഗരിതം ഫംഗ്ഷൻ ആണ് നമുക്ക് പ്രിഫറൻസ് അല്ലെ. ലോഗ് ഫംഗ്ഷൻ അവിടെ ഉണ്ട്, അപ്പൊ ലോഗ് ഫംഗ്ഷൻ തന്നെയാണ് പ്രിഫറൻസ്. ഏറ്റവും ലീസ്റ്റ് പ്രിഫറൻസ് ആണ് ആർക്ക് കൊടുക്കേണ്ടത്? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. റെഡി? യെസ്. അപ്പോ ഇത് എന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതെന്റെ സെക്കൻഡ് ഫംഗ്ഷൻ. എങ്ങനെ ഇക്വേഷൻ ഇതെന്റെ? യെസ്, ഫസ്റ്റ് ഫംഗ്ഷൻ log x ഹോൾ സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ log x ഹോൾ സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഇന്റഗ്രേഷൻ ചെയ്യും. റെഡി? ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ശ്രദ്ധിക്കുക. ഇവിടെ log x ഹോൾ സ്ക്വയർ, ശ്രദ്ധിക്കുക, എന്താ മക്കളെ? ഇന്റഗ്രൽ 1dx, ഇന്റഗ്രൽ dsx, യെസ്, തർക്കമില്ല, മൈനസ് ഇന്റഗ്രൽ ഓഫ്, എങ്ങനെ log x ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും? എടാ എക്സ് സ്ക്വയർ ആണെങ്കിൽ 2x അല്ലേ, ഇവിടെ x അല്ല, പകരം log x ആ. അപ്പൊ log x ഹോൾ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 2x എന്ന് എഴുതുന്ന പോലെ 2 log x എന്ന് എഴുതണം. കഴിഞ്ഞോ? ഇല്ല. ആരെയാണോ നമ്മൾ x ആക്കി ഡിഫറൻസിയേഷൻ ചെയ്തത്, ആ ഫംഗ്ഷനെ വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്യണം അല്ലെ. ഇവിടെ log x നെ x ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തത് അല്ലെ. അപ്പൊ log x ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? log x ന്റെ ഡെറിവേറ്റീവ് 1/x. റെഡി? അഗൈൻ ഇന്റഗ്രൽ 1dx എന്താ വരും മക്കളെ? x. ഈ കിട്ടിയ ആളെ ഒന്നും കൂടി ഇന്റഗ്രേഷൻ ചെയ്യണം. റെഡി? അപ്പൊ എന്ത് കിട്ടി? log x ഹോൾ സ്ക്വയർ, log x ഹോൾ സ്ക്വയർ ഇൻറ്റു x മൈനസ് 2 log x. ഈ x കട്ട് ചെയ്താൽ നമുക്ക് dx കിട്ടി. റെഡി? അഗൈൻ ശ്രദ്ധിക്കുക, log x ഹോൾ സ്ക്വയർ ഇൻറ്റു x മൈനസ് 2 കോൺസ്റ്റന്റ് പുറത്ത്. എടാ log x dx. അഗൈൻ log x ന്റെ ഡിഫറൻസിയേഷൻ നമുക്കറിയില്ല. ഇതേ ഐഡിയ, log x ന്റെ ഡിഫറൻസിയേഷൻ അറിയില്ല എങ്കിൽ അവിടെ രണ്ട് ഫംഗ്ഷൻ ആക്കി എടുക്കുക, log x ഇൻറ്റു 1 കൊടുക്കുക. ഇത് ഫസ്റ്റ് ഫംഗ്ഷനായി, സെക്കൻഡ് ഫംഗ്ഷനായി, വീണ്ടും ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. നോക്കൂ, log x ഹോൾ സ്ക്വയർ, x മൈനസ് 2 വലിയ ബ്രാക്കറ്റ് ഇട്ടു കേട്ടോ. യെസ്, ഫസ്റ്റ് ഫംഗ്ഷൻ log x അല്ലേ, log x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1dx മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് log x ഇന്റഗ്രൽ ഓഫ് 1dx ഹോൾ dx. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ്. കഴിഞ്ഞ log x ഹോൾ സ്ക്വയർ ഇൻറ്റു x മൈനസ് 2 ഇൻറ്റു log x എന്താ? ഇന്റഗ്രൽ 1dx x അല്ലെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് d by dx log x 1/x ആണ്, ഇന്റഗ്രൽ ഓഫ് 1dx x ആണ് മക്കളെ. അതൊന്നും കൂടി കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഫൈനൽ ആൻസർ ശ്രദ്ധിക്കട്ടോ, log x ഹോൾ സ്ക്വയർ ഇൻറ്റു x മൈനസ് 2 ഇൻറ്റു log x ഇൻറ്റു x മൈനസ് എന്താ? ഇന്റഗ്രൽ 1, ഇന്റഗ്രൽ 1dx അഗൈൻ x പ്ലസ് c. ഓക്കെ, ഈ എക്സിനെയും ഈ എക്സിനെ ഒന്നും ഇൻറ്റു ചെയ്യാൻ നിൽക്കരുത്, ഈ എക്സിനെയും എക്സിനെയും ഇൻറ്റു ചെയ്യാൻ നിൽക്കരുത്. അത് നിൽക്കുന്ന പോലെ നിന്നോട്ടെ, ഒന്നും ചെയ്യണ്ട. റെഡി? അപ്പോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക. യെസ്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എസ് ലോഗ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണ് മക്കളെ? ഈ സംഗതി കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്താട്ടോ. ഒരു ഫംഗ്ഷൻ താഴെ ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ. ഇങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ? ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. റെഡി? ഇവിടെ നോക്കിയേ, ഇവിടെ ലോഗ് കഴിഞ്ഞിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇവിടെ ആരാ? എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് അല്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക, കൊടുത്തു നോക്ക്, ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ചെയ്യാം അല്ലേ. അപ്പൊ കമ്പയർ ചെയ്താ ഡിനോമിനേറ്ററിൽ എന്തായി വരണം? എക്സ് സ്ക്വയർ പ്ലസ് 1. റെഡി? അപ്പോ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ ഉള്ളതെങ്കിൽ ഡയറക്റ്റ് ആൻസർ ചെയ്താം. എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. അപ്പൊ ഡിനോമിനേറ്റർ ആയ എക്സ് സ്ക്വയർ പ്ലസ് 1, എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് ആണ് 2x. അത് ന്യൂമറേറ്ററിൽ ഉണ്ട് അല്ലേ. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ ഡയറക്റ്റ് ആൻസർ ചെയ്താം. എന്താ? ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് സി. വിടാതെ പഠിക്കണേ. സെയിം റിസൾട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. ഈ സാധനം റൂട്ടിനകത്താണെന്ന് വിചാരിക്കാം. എന്താ ആൻസർ ചെയ്തേ? 2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. മക്കളെ വിട്ടു പോരുത്. അതുപോലെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സിലെ എല്ലാ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും.
എടാ എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യേ, എക്സ് സ്ക്വയർ ഇൻറ്റു 1 എക്സ് സ്ക്വയർ മൈനസ് 1/x² x² കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 1 എന്ന് കിട്ടും കേട്ടോ. യെസ്, എന്താ ഇന്റഗ്രൽ x സ്ക്വയർ മൈനസ് 1, എക്സ് സ്ക്വയറിന്റെ x³ 3 മൈനസ് 1 എക്സ് പ്ലസ് സി. ഓക്കെ, യെസ്, e raised to 2x plus 3 എങ്ങനെയാ മക്കളെ ചെയ്യാ? എടാ e raised to x ന്റെ ഡെറിവേറ്റീവ്, സോറി ഇന്റഗ്രൽ എന്താ e raised to x, e raised to 2x plus 3 ആണ് ചെയ്യേണ്ടതെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്ക് e raised to x വന്നാൽ അറിയാം e raised to x. ഇവിടെ x അല്ല, പകരം x ന്റെ തന്നെ ഒരു ലീനിയർ ഫംഗ്ഷൻ. എന്താ ലീനിയർ ഫംഗ്ഷൻ? എടാ x ന്റെ പവർ 1 വരുന്ന ഫംഗ്ഷൻ വിളിക്കുന്ന പേരാണെന്ത്? ലീനിയർ ഫംഗ്ഷൻ. റെഡി? എക്സിന് പകരം ഒരു ലീനിയർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആ വന്നത്. അപ്പൊ ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമായിട്ട് ഈ പരിപാടി. ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? e raised to x എങ്ങനെയാണോ വരുന്നത് അതുപോലെ e raised to 2x plus 3 എഴുതാം. e raised to x ന്റെ e raised to x ആണെങ്കിൽ e raised to 2x plus 3 എന്ത് വരും? e raised to 2x plus 3. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യണം? x ന്റെ കോഎഫിഷ്യന്റ് എന്താണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. x ന്റെ കോഎഫിഷ്യന്റ് ആരാ? അവിടെ 2 അല്ലേ? 2 വെച്ച് ഡിവൈഡ് ചെയ്യുക പ്ലസ്. റെഡി? ഓക്കെ, ഒരു മാർക്കിനൊക്കെ ചോദിക്കും, അന്നേരം സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും പോകരുത്. ആക്ച്വൽ പരിപാടി എന്ത് തന്നെയാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ആട്ടോ. ഓക്കെ, അപ്പൊ ഈ ഐഡിയ നമുക്കറിയാമെങ്കിൽ എളുപ്പം ആൻസർ എഴുതാം. e raised to x, ഇപ്പൊ വാട്ട് എവർ, ഇപ്പൊ e എന്നല്ല ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, x വരേണ്ട സ്ഥലത്ത് എക്സിന് പകരം എക്സിന്റെ തന്നെ ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ് വരുന്നതെങ്കിൽ ആ സെയിം റിസൾട്ട് കൊടുക്കുക. ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാണോ അത് കൊടുക്കുക. ഇപ്പൊ ഇന്റഗ്രൽ cos 3x വേണ്ട, ലോഗ് എടുക്കാം, കാരണം ലോഗാണ് നമുക്ക് ഒരുപാട് ചോദിക്കുന്നതാണ് അല്ലേ. യെസ്, ഇപ്പോ ഇന്റഗ്രൽ 1/x dx എല്ലാവർക്കും അറിയാം, ലോഗ് മോഡ് x ആണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് 1/2x മൈനസ് 1 എന്താണ്? ഇന്റഗ്രൽ 1/2x മൈനസ് 1 എന്താണെന്ന് ചോദിച്ചു. ശ്രദ്ധിക്കട്ടോ, 1/x ആണെങ്കിൽ ലോഗ് മോഡ് x. ഇവിടെ എക്സിന് പകരം എക്സിന്റെ തന്നെ ലീനിയർ ഫംഗ്ഷൻ ആണ് അല്ലെ, എക്സിന്റെ പവർ 1 അല്ലേ, ലീനിയർ ഫംഗ്ഷൻ. ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ ഏതാണോ റിസൾട്ട് അത് തന്നെ എഴുതാം. 1/x log x ആണെങ്കിൽ 1/2x മൈനസ് 1 എന്താ? 2x മൈനസ് 1. കഴിഞ്ഞിട്ടില്ല. ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, 2 വെച്ച് ഡിവൈഡ് ചെയ്യുക പ്ലസ്. റെഡി? യെസ്. ഇതിനി പറയണോ 2x by 1 plus x square ഇന്റഗ്രൽ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് അല്ലേ ന്യൂമറേറ്റർ? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ ആൻസർ ലോഗ് മോഡ് 1 plus x square plus c. e raised to x tan inverse x plus 1/1 plus x square. മക്കളെ ഈ റിസൾട്ട് പഠിക്കാം. e raised to x കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ഇവിടെ ഒരു ഫംഗ്ഷൻ പ്ലസോ മൈനസോ ആയിക്കോട്ടെ കേട്ടോ, പ്ലസ് തന്നെ മതി. f of x പ്ലസ് f dash x dx ഈ രൂപത്തിലാണ് ഉള്ളത് എങ്കിൽ ശ്രദ്ധിക്കുക, ഡയറക്റ്റ് ആൻസർ ചെയ്താൽ e raised to x f of x plus c. റെഡി? e raised to x ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് അതിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഡയറക്റ്റ് ആൻസർ ചെയ്താൽ e raised to x ഫംഗ്ഷൻ പ്ലസ് c. ഇവിടെ നോക്കിയേ, e raised to x ഇൻറ്റു tan x പ്ലസ് 1/1 പ്ലസ് x സ്ക്വയർ എന്നല്ലേ. ശ്രദ്ധിച്ചേ, e raised to x, e raised to x. ആ ബ്രാക്കറ്റിനകത്ത് രണ്ട് ആൾക്കാരെ കണ്ടോ? tan inverse x ന്റെ ഡെറിവേറ്റീവ് അല്ലേ 1/1 പ്ലസ് x സ്ക്വയർ. ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവും അവിടെ ഉണ്ട്. e raised to x ഉണ്ടെങ്കിൽ ആൻസർ എന്താ? e raised to x f of x plus c. f of x ആരാ? tan inverse x plus c. ഫസ്റ്റ് ഫംഗ്ഷൻ എന്നല്ല കേട്ടോ, ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണോ അവിടെ ഉള്ളത് ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? f of x കൊടുക്കേണ്ടത് കേട്ടോ. യെസ്, sin tan inverse x by 1 plus x square. മക്കളെ എളുപ്പം പറയണം, ഡയറക്റ്റ് പറഞ്ഞേ. tan inverse x ന്റെ ഡെറിവേറ്റീവ് അവിടെ കാണുന്നില്ലേ? tan inverse x ന്റെ ഡെറിവേറ്റീവ് ആണ് ആര്? 1/1 plus x square. tan inverse x ന് u എന്ന് കൊടുക്കുക. tan inverse x u എന്ന് എടുത്താൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1/1 plus x square dx ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? du എന്ന് കിട്ടും. റെഡി? അപ്പൊ നോക്കിക്കേ, ഇന്റഗ്രൽ sin tan inverse x ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? u എന്ന് കൊടുക്കാം അല്ലേ. ഇനി ബാക്കി ആരല്ലേ? dx by 1 plus x square. ന്യൂമറേറ്ററിൽ dx ഉണ്ട്, താഴെ 1 plus x square ഉണ്ട്. dx by 1 plus x square ആരാ? du. എന്താ sin u du? യെസ്, sin u du means cos u plus c. യെസ്. ഇന്റഗ്രൽ 1/√7 minus 6x minus x square.
ഇന്റഗ്രേഷനകത്ത് 1 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതല്ലെങ്കിൽ 1 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതല്ലെങ്കിൽ ഇന്റഗ്രൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇന്റഗ്രൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മാത്രമുള്ളൂ എങ്കിൽ എന്താ ചെയ്യേണ്ട പരിപാടി? അവിടെ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് മാറ്റണം. റെഡി? അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മാത്രം ഞാൻ എടുക്കുകയാണെ, ശ്രദ്ധിച്ചോ. ആരാ ഉള്ള അവിടെ? -x² -6x + അല്ലേ? -x² -6x + ഒന്ന് ഓർഡർ മാറ്റിയെന്നുള്ളൂ കേട്ടോ മക്കളാടാ. ഈ മൈനസ് നമുക്ക് കോഎഫിഷ്യന്റ് എപ്പോഴും എന്തായിരിക്കണം? x² കോഎഫിഷ്യന്റ് എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, ഇവിടെ മൈനസ് ആയതുകൊണ്ട് ആ മൈനസ് ഞാൻ പുറത്ത് വെച്ചു കേട്ടോ. എന്ത് കിട്ടി? x² + 6x - 7. പ്രശ്നമുണ്ടോ? x² + 6x - 7. എങ്ങനെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്? ശ്രദ്ധിക്കുക. -x² ഞാൻ ഇവിടേക്ക് എഴുതാം കേട്ടോ. മൈനസ് പുറത്തെടുത്തു, x² + 6x - 7. ശ്രദ്ധിക്കുക, -(x²) 6x എഴുതി. ഇനി എക്സിന്റെ കോഎഫിഷ്യന്റ് 6 അല്ലേ? ആ 6ന്റെ പകുതി എടുക്കുക. 6ന്റെ പകുതി എത്രയാ? 3. 3ന്റെ സ്ക്വയർ നിങ്ങൾ ആഡ് ചെയ്യണം, മൈനസ് ചെയ്യണം. ബാക്കി ആരാ ഉള്ളത്? -7. എന്താ ചെയ്യണ്ടേ? ആദ്യം ചെയ്യേണ്ടത് x² കോഎഫിഷ്യന്റ് 1 ആക്കാന്ന. ഇവിടെ -1 ആയതുകൊണ്ട് -1 ഞാൻ പുറത്തെടുത്ത് 1 ആക്കി. ഇനി എന്ത് ചെയ്യണം? x² ആക്കി കഴിഞ്ഞാൽ x² ഓക്കെ ആക്കി കഴിഞ്ഞാൽ അടുത്തത് എക്സിലേക്ക് വരാം. എക്സിന്റെ കോഎഫിഷ്യന്റ് അവിടെ 6 അല്ലേ? 6ന്റെ പകുതി 3. 3ന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. ശ്രദ്ധിക്കുക, എടാ x² + 6x + 3 ഹോൾ സ്ക്വയർ. അതാരടാ? x² + 6x + 3 സ്ക്വയർ ആണ്, ഹോൾ സ്ക്വയർ അല്ല. ഇയാൾ എങ്ങനെ മാറ്റിയതും? x + 3 ഹോൾ സ്ക്വയർ അല്ലേ? x² 3 സ്ക്വയർ 2 × x × 3 6x. റെഡി? ബാക്കി ആരോ ഉള്ളേ? -3² - 7. -3² 9 ആണ്. -5 കിട്ടും, -16 കിട്ടും അല്ലേ? -16. റെഡി? അപ്പോ മക്കളെ ഇയാൾ എങ്ങനെ മാറ്റിയതാ? -(x + 3 ഹോൾ സ്ക്വയർ -4². റെഡി? ഈ മൈനസ് കൂടി അകത്തേക്ക് കൊടുത്തേ. ഈ മൈനസ് ഇവിടേക്ക് വരുമ്പോൾ ഇത് മൈനസ് ആവും, ഈ മൈനസ് പ്ലസ് ആവും അല്ലേ? അപ്പൊ എങ്ങനെ മാറ്റിയതാ? 4² - (x + 3 ഹോൾ സ്ക്വയർ). റെഡിയാണോ? ആ മൈനസ് അകത്തേക്ക് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അവിടെ റൂട്ട് ഉണ്ട് അല്ലേ? റൂട്ട് ഇല്ല എങ്കിൽ ആ മൈനസ് പുറത്തേക്ക് ഇട്ട് ചെയ്താൽ മതി കേട്ടോ. റെഡി? റൂട്ട് -1 നമുക്ക് പുറത്തെടുക്കാൻ കഴിയില്ലല്ലോ. റെഡി? അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ മൈനസ് എന്ത് ചെയ്യാ? അകത്തേക്ക് തന്നെ തിരിച്ചു വിടാം. റെഡി? അപ്പൊ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ മാറ്റിയിട്ടാ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ മാറ്റിയത്? 4² - (x + 3 ഹോൾ സ്ക്വയർ). അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ആക്ച്വൽ ഇന്റഗ്രേഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ശ്രദ്ധിക്കുക, യെസ്, ഇന്റഗ്രൽ 1 ഇയാൾ നമ്മൾ എങ്ങനെ മാറ്റി എഴുതിയത്? റൂട്ടിന്റെ 4² - (x + 3 ഹോൾ സ്ക്വയർ dx). ഈ റിസൾട്ട് ഓർമ്മയുണ്ടോ? ഇന്റഗ്രൽ 1 √(a² - (x²) dx ഓർമ്മയുണ്ടോ? യെസ്, ഇന്റഗ്രൽ 1 √(a² - (x²) യെസ്, എന്തായിരുന്നു? sin ഇൻവേഴ്സ് x/a + c. അതേ റിസൾട്ട് അല്ലേ? ഇവിടെ a ആരാ മക്കളെ? 4. റെഡി? എക്സിന് പകരമുള്ള x + 3 ഇങ്ങനെ എഴുതണം. sin ഇൻവേഴ്സ് x ആരായിരുന്നു? x + 3 a ആരാ? 4 + ഓക്കെ. ഇപ്പൊ ശ്രദ്ധിക്കുക, ആ മൈനസിനെ ഉള്ളിലേക്ക് പാസ് ചെയ്ത് വിടാൻ മറക്കരുത് കേട്ടോ. അവിടെ റൂട്ട് ഇല്ലാതിന്റെ പ്രശ്നമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ മൈനസിനെ ഇന്റഗ്രേഷനെ പുറത്തേക്ക് ഇട്ട് നിങ്ങൾക്ക് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, ഇവിടെ റൂട്ട് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ആ മൈനസിനെ അകത്തേക്ക് കൊടുക്കണം കേട്ടോ. അതുപോലെ 1/(x² + 16 4² എഴുതാം. ഏതാ റിസൾട്ട്? tan ഇൻവേഴ്സ് x/a റിസൾട്ട്. യെസ്, ശ്രദ്ധിക്കുക, പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലേ? ഇന്റഗ്രൽ ശ്രദ്ധിക്കുക, മെത്തേഡ് പറഞ്ഞുതരാം. x² + 1 x² + 4. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവ് അവിടെ ഇല്ല, ഉണ്ടോ? x² ഡെറിവേറ്റീവ് 2x അവിടെ ഇല്ലല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എന്ത്? x² = u കേട്ടോ. നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിലൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. ഇവിടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി മാത്രം, അതിന്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റാൻ വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്തു? x² u കൊടുത്തു കേട്ടോ. എന്ത് വരും? ഇന്റഗ്രൽ x² എന്ത് വരും? u.
റെഡി ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 യു പ്ലസ് 1 അല്ലേ, മറ്റേ ആളോ യു പ്ലസ് 4. റെഡി അല്ലേ? യെസ്. ഇതാണ് എന്റെ ഫംഗ്ഷൻ. അപ്പോ ഇയാളെ എങ്ങനെ നമ്മൾ ഡികമ്പോസ് ചെയ്യും? യെസ്, എ ബൈ യു പ്ലസ് 1 എന്നും പ്ലസ് ബി ബൈ യു പ്ലസ് 4 എന്നും ഡികമ്പോസ് ചെയ്യും. റെഡി അല്ലേ? എ ബൈ യു പ്ലസ് 1 എന്നും ബി ബൈ യു പ്ലസ് 4 ഉം. അതായത് യു ഈസ് ഈക്വൽ ടു എങ്ങനെ മാറ്റിയതാം? എ ഇൻറ്റു യു പ്ലസ് 4 പ്ലസ് ബി ഇൻറ്റു യു പ്ലസ് 1. ഇത് മാറ്റിയത് നോക്കിയല്ലേ? യു പ്ലസ് 1 യു പ്ലസ് 4 നമുക്ക് ഡിനോമിനേറ്ററിൽ വേണ്ട. എല്ലാ ടേംസിനും എന്ത് ചെയ്യുക? യു പ്ലസ് 1 യു പ്ലസ് 4 യു പ്ലസ് 1 യു പ്ലസ് 4 യു പ്ലസ് 1 യു പ്ലസ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കും മക്കളെ? യുവിന് -4 കൊടുത്താൽ ഈ ടേം 0 വരും, യുവിന് -1 കൊടുത്താൽ ഈ ടേം 0 വരും. -4 കൊടുത്തൊക്കെ -4 is equal to ഈ ടേം 0. -4 പ്ലസ് 1 ചെയ്താൽ -3b എന്ന് കിട്ടും. ബിയുടെ വാല്യൂ കിട്ടി 4/3. റെഡിയാണോ? ബിയുടെ വാല്യൂ കിട്ടി 4/3. യെസ്. ശ്രദ്ധിക്കാം, യുവിന് -1 കൊടുത്താൽ ശ്രദ്ധിക്കുക, എടാ -1 പ്ലസ് 4 ചെയ്താൽ 4 - 1 3a അല്ലേ? ഇവിടെ -1 കൊടുത്താൽ 0 കേട്ടോ. അപ്പൊ എ നമുക്ക് എന്ത് കിട്ടി മക്കളെ? -1/3. റെഡി? എയും ബിയും കിട്ടി. ബി 4/3 ആണ്, എ നമുക്ക് എന്ത് കിട്ടി? -1/3 എന്ന് കിട്ടി. റെഡി? യെസ്. ഇനി ചെയ്യാലോ, ശ്രദ്ധിക്കാം. അപ്പോ ഇവിടെ യു ബൈ യു പ്ലസ് 1 യു പ്ലസ് 4 ഞാൻ എങ്ങനെ മാറ്റി എഴുതിയത്? എ ബൈ യു പ്ലസ് 1 എ ആരാ? -1/3 ബൈ എക്സ് പ്ലസ് -1/3 ബൈ യു പ്ലസ് 1 അല്ലേ? പ്ലസ് ബി എത്രയായിരുന്നു മക്കളെ? 4/3 ബൈ യു പ്ലസ് 1 4/3 ബൈ യു പ്ലസ് 1. റെഡി? യെസ്. ഇനി നമ്മൾ തിരിച്ച് യുവിനെ മൊത്തം എന്തിലേക്ക് മാറ്റുക? എക്സ് സ്ക്വയറിലേക്ക് മാറ്റുക. ഞാൻ പറഞ്ഞു അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തത് ഡെറിവേറ്റീവിന്റെ കൺസെപ്റ്റിലല്ല, നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താ അറിയോ, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്ന സമയത്ത് എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടത്? bx പ്ലസ് സി ബൈ cx bx പ്ലസ് സി ബൈ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ രണ്ട് ടേംസ് വരും. രണ്ട് ടേംസ് സോൾവ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും അല്ലെ? അപ്പൊ അത് എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് എക്സ് സ്ക്വയർ യു കൊടുത്തു കേട്ടോ. അപ്പോ തിരിച്ച് എക്സ് സ്ക്വയറിലേക്ക് വാ. എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ് സ്ക്വയർ പ്ലസ് 4 ഡി എക്സിനെ ഇന്റഗ്രേഷൻ ചെയ്യാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ -1/3 കോൺസ്റ്റന്റ് അല്ലേ? -1/3 കോൺസ്റ്റന്റ് പുറത്ത് 1/x സ്ക്വയർ പ്ലസ് 1 dx പ്ലസ് 4/3 കോൺസ്റ്റന്റ് 1/x സ്ക്വയർ പ്ലസ് 4. റെഡി? ഇത് രണ്ടും ആരുടെ റിസൾട്ടാ? -1/3 ഇതാരുടെ റിസൾട്ടാ മക്കളെ? tan inverse x പ്ലസ് 4/3 ഇൻറ്റു എന്താ 1/x സ്ക്വയർ പ്ലസ് 4 2 സ്ക്വയർ അല്ലേ? x സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്താ? 1/a 1/2 ഇൻറ്റു tan inverse x/a x/2 പ്ലസ്. റെഡി? ഇങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. അഗൈൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ സോൾവ്ഡ് എക്സാമ്പിൾ ആയിട്ട് ഉണ്ടാവും. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. റെഡി? യെസ്. എക്സ് സ്ക്വയർ ലോഗ് എക്സ് എങ്ങനെ ചെയ്യണ്ടേ? ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ. ഇവിടെ ആരെയാ മക്കളെ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കണ്ടേ? എടാ ലോഗിനാണോ ഓൾജിബ്രയ്ക്കാണോ പ്രിഫറൻസ്? ഹൈലൈറ്റ് ലോഗ് കഴിഞ്ഞിട്ടാണ് ഓൾജിബ്ര അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, ഇന്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് എങ്ങനെ ചെയ്യും? ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു അല്ലേ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഹോൾ ഡി എക്സ്. റെഡി അല്ലേ? റെഡി? ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ലോഗ് എക്സിന് എടുത്തു, സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ. എങ്ങനെ ചെയ്യാം? ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ? x³ / 3 മൈനസ് ഇന്റഗ്രൽ ഓഫ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് അറിയാലോ, ആരാ? 1/x. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ? നമ്മൾ ഓൾറെഡി ചെയ്തു, x³ / 3 dx. കട്ട് ചെയ്യാലോ, ഈ എക്സും ക്യൂബും കട്ട് ചെയ്ത സ്ക്വയർ ആണ്. റെഡി? അപ്പോ ഫൈനൽ ആൻസർ ലോഗ് എക്സ് x³ / 3 മൈനസ് ഇവിടെ 1/3 കോൺസ്റ്റന്റ് ആണ് പുറത്ത് കേട്ടോ. ഇന്റഗ്രേഷനകത്ത് ആരാ ഉള്ളേ? ഇന്റഗ്രേഷനകത്ത് ആരാ ഉള്ളേ? യെസ്, അവിടെ x³ എക്സും കട്ട് ചെയ്തപ്പോൾ x² എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ മക്കളെ? x³ / 3 പ്ലസ് c. റെഡി? ദിസ് ഈസ് ദി ആൻസർ. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, ഇത് ചെയ്യാൻ ഇനി പറഞ്ഞു തരണോ?
ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? യെസ്. 0 to pi by 2. 0 to pi by 2 വന്നാൽ മക്കളെ എന്ത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണ്ടേ? യെസ്, 0യെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി നമ്പർ 4 അല്ലെ? എക്സിനെ മാറ്റി എന്ത് കൊടുക്കണം? പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് കൊടുക്കണം. ഇതേ ടൈപ്പ് സാധനമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത് കേട്ടോ. ഇതാ റൂട്ട് ടാൻ എക്സ് ചെയ്ത് ഓർമ്മ ഉണ്ടോ? ഇതാ റൂട്ട് ടാൻ എക്സില് ഇവിടെ റൂട്ട് ടാൻ എക്സിനെ റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് കോസ് എക്സ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയതൊക്കെ ഓർമ്മ ഉണ്ടോ? സൈൻ എക്സ് കോസ് എക്സ് കോസ് എക്സ് അല്ലേ? അതേ സാധനമല്ലേ ഇപ്പൊ അതും? ഓക്കെ ഉണ്ടോ? സൈൻ എക്സ് കോസ് എക്സ് സെയിം സാധനം കേട്ടോ. യെസ്. സൈൻ റൈസ് ടു 7x dx മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 അല്ലേ? ശ്രദ്ധിക്കുക, മൈനസ് എ മുതൽ എ വരെയാണ് എങ്കിൽ ശ്രദ്ധിക്കുക ഈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യുക. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആൻസർ എന്താ? 0. ഓഡ് ഫംഗ്ഷനെ പ്രത്യേകം അറിയില്ലേ? എഫ് ഓഫ് മൈനസ് എക്സിന്റെ വാല്യൂ മൈനസ് എഫ് ഓഫ് എക്സ് ആണോ ചെക്ക് ചെയ്യാം. റെഡി? യെസ്. മക്കളെ ഇവിടെ സൈൻ റൈസ് ടു 7x എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു എത്ര സൈൻ എക്സ് ഉണ്ടാവും? 7 സൈൻ എക്സ് ഉണ്ടാവും അല്ലേ? എടാ സൈൻ ഓഫ് മൈനസ് എക്സ് എന്താ വരിക? സൈൻ ഓഫ് മൈനസ് എക്സ് സൈൻ ഓഫ് മൈനസ് എക്സ് സൈൻ ഓഫ് മൈനസ് എക്സ് അങ്ങനെ എത്ര സൈൻ എക്സ് ഉണ്ടാവും? 7 സൈൻ ഓഫ് മൈനസ് എക്സ് ഉണ്ടാവും അല്ലേ? സൈൻ ഓഫ് മൈനസ് എക്സ് മാറ്റി ചെയ്താൽ മൈനസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് അങ്ങനെ എത്ര ഉണ്ടാവും? 7 ഉണ്ടാവും അല്ലേ? എടാ 2 മൈനസ് സൈൻ എക്സ് ചേർന്നാൽ അത് പോസിറ്റീവ് ആയില്ലേ? അങ്ങനെ വീണ്ടും 2 ചെയ്താൽ വീണ്ടും പോസിറ്റീവ് ആയില്ലേ? വീണ്ടും 2 ചേർത്താൽ വീണ്ടും പോസിറ്റീവ് ആയില്ലേ? അങ്ങനെ 6 മൈനസ് സൈനസ് ചേർന്നാൽ പോസിറ്റീവാ. അതിന്റെ കൂടെയൊക്കെയാണ് ആര് വരുന്നത്? ഈ നെഗറ്റീവ് സൈനസ് വരുന്നത് അല്ലേ? അപ്പൊ അത് മൊത്തം നെഗറ്റീവ് ആയോ? എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആയോ? അത് ഓഡ് ഫംഗ്ഷൻ അല്ലേ? ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഇന്റഗ്രലിന്റെ ആൻസർ എന്താ വരിക? 0. റെഡി? യെസ്. ഇന്റഗ്രൽ 2 to 8 മോഡ് എക്സ് മൈനസ് 5 dx എങ്ങനെയാ ചെയ്യണ്ടേ? മോഡുലസ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നമ്മൾ ആ ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യണം. 2 മുതൽ 8 വരെ ഇന്റഗ്രേഷൻ ചെയ്യണ്ടേ അല്ലേ? ഈ എക്സ് മൈനസ് 5 എന്ന് പറയുന്ന ആള് എപ്പോഴാ 0 ആവാ? എക്സിന് ഏത് സംഖ്യ കൊടുക്കുമ്പോഴാണ് എക്സ് മൈനസ് 5 0 ആവാ? എക്സ് മൈനസ് 5 0 വരണമെങ്കിൽ എക്സിന് ഏത് സംഖ്യ കൊടുക്കണം? 5 അല്ലേ? 5 മൈനസ് 5 ചെയ്യുമ്പോഴല്ലേ 0. റെഡി? അപ്പോ ഈ ഇന്റഗ്രേഷനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം ശ്രദ്ധിക്കട്ടോ. ഇന്റഗ്രൽ 2 to 8 മോഡ് എക്സ് മൈനസ് 5 dx ആണെങ്കിൽ ഇയാൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? 2 മുതൽ 5 വരെ മോഡ് എക്സ് മൈനസ് 5 dx പ്ലസ് 5 മുതൽ 8 വരെ മോഡ് എക്സ് മൈനസ് 5 dx. റെഡി? ഓക്കെ അല്ലേ? യെസ്. ഇനി ശ്രദ്ധിക്കുക, ഈ മോഡുലസ് ഫംഗ്ഷൻ തന്നെ എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്ക് പറഞ്ഞത് കേട്ടോ. ഈ ക്വസ്റ്റ്യന് പകരം ഇങ്ങനെ വിചാരിച്ചു, -6 മുതൽ 6 വരെ നെഗറ്റീവ് നമ്പർ മുതൽ പോസിറ്റീവ് നമ്പർ വരെ അവിടെ കയറി ഈ സാധനം കൊണ്ട് ചാർത്തരുത്. ഓഡ് ഫംഗ്ഷൻ ആണ് ഈവൻ ഫംഗ്ഷൻ ആണോ കൊണ്ട് ചേർത്തരുത് കേട്ടോ. മോഡ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, മോഡുലസ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കുക, മെട്രിക്സ് അല്ല മോഡുലസ് ഫംഗ്ഷൻ എന്ത് ചെയ്യുക? നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. ഈ ഇന്റഗ്രൽസിനെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യാം. റെഡി? ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. യെസ്. 2 to 8 ശ്രദ്ധിക്കുക. 2 to 5 മോഡ് എക്സ് മൈനസ് 5 dx 2 മുതൽ 5 വരെ മോഡ് എക്സ് മൈനസ് 5നെ ഇന്റഗ്രേഷൻ ചെയ്യണം. ശ്രദ്ധിക്കുക, മോഡ് എക്സിന് അങ്ങനെ പ്രത്യേകിച്ച് ഇന്റഗ്രൽ വാല്യൂ ഒന്നുമില്ല, ഇന്റഗ്രേഷൻ ചെയ്യാൻ അറിയില്ല അല്ലേ? അതിനെ മാറ്റണം. ഈ മോഡുലസ് ഫംഗ്ഷനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. എങ്ങനെ ചെയ്യണ്ടേ? ആ എക്സ് മൈനസ് 5 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. എക്സ് മൈനസ് 5 പോസിറ്റീവ് ആണെങ്കിൽ മോഡ് എക്സ് മൈനസ് 5 എന്തിനു കിട്ടും? എക്സ് മൈനസ് 5. എക്സ് മൈനസ് 5ന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ മക്കളെ മോഡ് എക്സ് മൈനസ് 5 എങ്ങനെ മാറ്റിയതിന്റെ? മൈനസ് ഓഫ് എക്സ് മൈനസ് 5 എന്നാ മാറ്റിയതിന്റെ മോഡുലസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ കേട്ടോ. അപ്പൊ 2 മുതൽ 5 വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുത്തോ? 3 കൊടുത്തോ? എക്സിന് 3 കൊടുത്തേ. മോഡ് 3 മൈനസ് 5 മക്കളെ ഈ അകത്ത് വരുന്ന സംഖ്യ നമുക്ക് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? 3 മൈനസ് 5 കൊടുത്താൽ -2 അല്ലേ? എടാ നെഗറ്റീവ് നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, മോഡുലസ് ഫംഗ്ഷൻ എങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ 2 to 5 മൈനസ് ഓഫ് എക്സ് മൈനസ് 5 dx എന്നാണ് മാറ്റി എഴുതേണ്ടത്. പ്ലസ് 5 to 8 ആണെങ്കിലോ 5 മുതൽ 8 വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുത്തോ, 7 എടുത്തോ. മോഡ് എക്സിന് വരെ 7 കൊടുത്തേ. 7 മൈനസ് 5 ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. മോഡുലസിനകത്ത് 2 എന്ന് കിട്ടും. എടാ മോഡുലസിനകത്ത് 2 പോസിറ്റീവ് നമ്പറാ അല്ലേ? പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എക്സ് മൈനസ് 5 എന്ത് തന്നെയാണ്? എക്സ് മൈനസ് 5 തന്നെയാണ്. റെഡി? യെസ്. ഇനി ചെയ്യാലോ. ഇന്റഗ്രൽ മൈനസ് കോൺസ്റ്റന്റ് പുറത്ത് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യണേ.
എക്സിന്റെ ഇന്റഗ്രൽ എന്താ x²/2 മൈനസ് 5ന്റെ 5x പ്ലസ് ശ്രദ്ധിക്കുക എക്സിന്റെ അഗൈൻ x²/2 മൈനസ് 5ന്റെ 5x 5 to 8. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാം. ഇവിടെ മൈനസ് ഓൾറെഡി പുറത്തുണ്ട്, ശ്രദ്ധിക്കുക. യെസ്, അപ്പർ ലിമിറ്റ് എത്രയായിരുന്നു? ഇവിടെ 2 to 5 ആയിരുന്നു, അപ്പർ ലിമിറ്റ് 5. യെസ്, 25/2 മൈനസ് 5 × 5 25 മൈനസ് 2 കൊടുത്താലോ 2²/2 4/2 മൈനസ് 5 × 2 10 പ്ലസ് ഇവിടെ 8² ചെയ്യുമ്പോൾ കിട്ടും 64/2 മൈനസ് 5 × 8 ചെയ്യുമ്പോൾ 40 മൈനസ് 5 കൊടുക്കുമ്പോൾ 25/2 മൈനസ് 25. റെഡി? സോൾവ് ചെയ്യാലോ. യെസ്, ഇവിടെ നോക്കിക്കേ 4/2 എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 2 അല്ലേ? 64/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 32. റെഡി? യെസ്, 2 മൈനസ് 10 2 മൈനസ് 10 എത്രയാ? 2 മൈനസ് 10 മൈനസ് 8. റെഡി? യെസ്, 32 മൈനസ് 40 എത്രയാ? 32 മൈനസ് 40 മൈനസ് 8 മൈനസ് 8. ഓക്കെ, ഞാൻ ഇതിന്റെ കൂടെ തന്നെ ചെയ്തു പോയെന്നുള്ളൂ കേട്ടോ, നിങ്ങൾ തന്നെ ചെയ്യണം. ശ്രദ്ധിക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. മൈനസ് ഓഫ് 25/2 എത്രയാ? മൈനസ് 25/2. മൈനസ് ഓഫ് മൈനസ് ചെയ്താൽ എന്ത് വരും മക്കളെ? പ്ലസ് 25. റെഡി? ഈ മൈനസും ചേർന്നാൽ അത് പ്ലസ് 8 അല്ലേ? പുറത്തൊരു മൈനസ് ഉണ്ടല്ലോ, മൈനസ് 8. പ്ലസ് മൈനസ് മൈനസ് 8. റെഡി? മൈനസ് 25/2 പുറത്ത് പ്ലസ് ആയതുകൊണ്ട് ചിഹ്നം മാറ്റമില്ല, മൈനസ് 25/2. ഈ മൈനസും ചേർന്നാൽ പ്ലസ് ആണ്, പ്ലസ് 25. റെഡി? യെസ്, എങ്ങനെ ആൻസർ ചെയ്തു? ഇവിടെ നോക്കിയേ. യെസ്, 25 പ്ലസ് 25 ചെയ്താൽ 50. മൈനസ് 8 ചെയ്താൽ എത്രയാ? മൈനസ് 16. ഇപ്പൊ 50 മൈനസ് 16 എത്ര കിട്ടി? 34 കിട്ടി. റെഡി? അഗെയിൻ ബാക്കി ആരോ ഉള്ളേ? മൈനസ് 25/2 ഉണ്ട്, മൈനസ് 25/2 ഉണ്ട്. എങ്ങനെ ചെയ്യും? ശ്രദ്ധിക്കാം. നമുക്ക് അവിടെ 34 കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൈനസ് 25/2 മൈനസ് 25/2 മൈനസ് 50/2 മൈനസ് 25 അല്ലേ? 34 മൈനസ് 25 ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 9 എന്ന ആൻസർ കിട്ടും. അപ്പൊ ആൻസർ എത്രയാ? 9. യെസ്, ഇത് സോൾവ് ചെയ്യാൻ ഇനി പറയണ്ടല്ലോ. x+1 × x+2 പാർഷ്യൽ ഫ്രാക്ഷൻ a/x+1 സ്പ്ലിറ്റ് ചെയ്യുക, b/x+2 സ്പ്ലിറ്റ് ചെയ്യുക. ഇത് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. സി, ഇവിടെ സോ ആൻഡ് സോ വാല്യൂ വരും, ഇവിടെ സോ ആൻഡ് സോ വരും. 1/x+1 എന്നതിന്റെ അല്ലേ? ലോഗ് മോഡ് x+1, ഇത് ലോഗ് മോഡ് x+2. യെസ്, e⁻x × cos x. മക്കളെ ശ്രദ്ധിക്കടാ, e⁻x × cos x രണ്ട് ഫംഗ്ഷൻ അല്ലേ? ഒരു ഫംഗ്ഷൻ cos x, അടുത്ത ഫംഗ്ഷൻ e⁻x. ആരെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കണ്ടേ? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അല്ലേ ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ? യെസ്, കൊടുത്തോ. ഇന്റഗ്രൽ cos x × e⁻x dx അല്ലേ? ശ്രദ്ധിക്കുക, cos x into integral of e⁻x മൈനസ് ഡെറിവേറ്റീവ് ഓഫ് cos x ഇന്റഗ്രൽ e⁻x dx ഒരു പ്രാവശ്യം കൂടി ഇന്റഗ്രേഷൻ ചെയ്യും. റെഡി? യെസ്, cos x into e⁻x ഇന്റഗ്രൽ എന്താ? e⁻x മൈനസ് മക്കളെ ഇന്റഗ്രൽ എന്താ? d/ds ഓഫ് cos x മൈനസ് സൈനസ് അല്ലേ? മൈനസ് സൈനസിന്റെ മൈനസ് ഇങ്ങോട്ട് വന്നാൽ പ്ലസ് ആയിട്ടാ, sin x into അഗൈൻ e⁻x ഇന്റഗ്രൽ എന്താ? e⁻x. പ്രശ്നമാണോ? ഈ മൈനസ് പ്ലസ് ആയത് പ്രശ്നമാണോ? d/ds ഓഫ് cos x മൈനസ് സൈനസാ, ആ മൈനസിനെ കൂടി ഞാൻ പുറത്തേക്ക് എടുത്തു, പ്ലസ് ആക്കി. റെഡി? വീണ്ടും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. സോറി, ബൈ പാർട്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. റെഡി? യെസ്, ഇവിടെ നോക്കാം. cos x e⁻x പ്ലസ് വലിയ ബ്രാക്കറ്റ് ഇട്ടിട്ടാ. അഗൈൻ ഫസ്റ്റ് ഫംഗ്ഷൻ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയിരിക്കണം, sin x. എഴുതിക്കോ, sin x into integral of e⁻x മൈനസ് integral of derivative of sin x അല്ലേ? integral of e⁻x dx whole dx. റെഡി? യെസ്, ചെയ്തേ മക്കളെ. cos x e⁻x പ്ലസ് ബ്രാക്കറ്റിനകത്ത് sin x ഉണ്ട്, e⁻x ഇന്റഗ്രൽ എന്താ? e⁻x മൈനസ് ഇന്റഗ്രൽ ഓഫ് എടാ d/ds ഓഫ് sin x എന്താ? d/ds ഓഫ് sin x cos x. e⁻x ഇന്റഗ്രൽ എന്താ? e⁻x dx. റെഡി? വീണ്ടും നമുക്ക് ആര് വന്നു? ഇന്റഗ്രൽ cos x e⁻x dx വന്നു. മക്കളെ ഇത് ഇങ്ങനെ ബൈപ്പാസ് ചെയ്യാന്നല്ലേ? വീണ്ടും സൈൻ വരും, വീണ്ടും കോസ് വരും, വീണ്ടും സൈൻ വരും, വീണ്ടും കോസ് വരും അല്ലേ? അപ്പൊ അതങ്ങ് അവസാനിപ്പിക്കണം. ഇവിടെ നോക്കിക്കോ, ഇന്റഗ്രൽ cos x e⁻x dx ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് കിട്ടുക cos x e⁻x പ്ലസ്
സൈൻ എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് മൈനസ് മൈനസ് കേട്ടോ മൈനസ് ഇന്റഗ്രൽ കോസ് എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. എടാ ഈ മൈനസ് കോസ് എക്സ് ഇ റേസ് ടു എക്സ് ഇല്ലേ ഇന്റഗ്രൽ, ഇയാളെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അതേ ആളല്ല അവിടെ ഉള്ളത് കണ്ടോ, ഇന്റഗ്രൽ കോസ് എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ കോസ് എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഈ മൈനസ് ഇങ്ങോട്ട് വന്നാൽ പ്ലസ് അല്ലേ, ഇവിടെ എന്ത് കിട്ടി 2 ടൈംസ് കോസ് എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് സൈൻ എക്സ് ഇ റേസ് ടു എക്സ്. റെഡി? യെസ്. ഈ 2ന്റെ ആവശ്യം ഇവിടെ ഉണ്ടോ? നമുക്ക് ആരെ കണ്ടുപിടിച്ചാൽ മതി? ഇന്റഗ്രൽ കോസ് എക്സ് ഇ റേസ് ടു എക്സ് കണ്ടുപിടിച്ചാൽ പോരെ. ആ 2നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാലോ. സോ ഫൈനൽ ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. യെസ്, ഇന്റഗ്രൽ കോസ് എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽസ് ആ 2 ഡിവിഷനിൽ വരും കേട്ടോ. ഇ റേസ് ടു എക്സ് കോമൺ ആണ്. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2 പ്ലസ്. റെഡി? യെസ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതേ സംഗതി സൈൻ എക്സ് ഇ റേസ് ടു എക്സ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യണം. റെഡി? അപ്പോ അത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇന്റഗ്രൽസ് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. നമ്മൾ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇതുവരെ ചോദിക്കാത്ത എന്നാൽ ചോദിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ പാറ്റേൺ തന്നെ പഠിക്കുക. ഈ പ്രോപ്പർട്ടി നമ്മൾ ഡെഫിനറ്റ് ഇന്റഗ്രൽസിന്റെ പ്രോപ്പർട്ടി വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം. റെഡി? പാർഷ്യൽ ഫ്രാക്ഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഡയറക്റ്റ് ഇന്റഗ്രൽസ് 1 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ. ബൈ.